السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ റമദാനോട് അനുബന്ധിച്ച് എല്ലാവരും എല്ലാ സ്ഥലത്തും ഒരു തലേ ക്ലാസ്, റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്, ഇങ്ങനെ ഒരു അഖിലൻ റമദാനുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതുപോലെ മസ്അലകളുമൊക്കെ ചോദിക്കാനും ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മളും നേരത്തെ മുതൽ തന്നെ അങ്ങനെ ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗമാണ്. സ്ഥിരമായി ഖുർആൻ ക്ലാസ്സുകളിലും ഹദീസ് ക്ലാസ്സുകളിലും ഒക്കെ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സംശയങ്ങൾക്കൊന്നും കൂടുതൽ സാധ്യത ഇല്ല. എങ്കിലും നമ്മളൊരു പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് റമദാൻ എന്നത്. കഴിഞ്ഞ ഒരു റമദാൻ നമുക്ക് ഒരു നിലക്കും പള്ളികളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. വളരെ സങ്കടകരമായ അവസ്ഥയായിരുന്നു. പല ആളുകളും കഴിഞ്ഞ റമദാനിലൊക്കെ ഏറ്റവും കൂടുതൽ കരഞ്ഞത് പള്ളിയിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്നതുകൊണ്ടാണ്. അതുപോലെ പാർത്തും പതുങ്ങിയും മുൻഭാഗത്തെ ഡോറടച്ചും ലൈറ്റ് കടത്തിയും രാത്രി പള്ളിയിൽ പോകേണ്ട അവസ്ഥ വരെ കഴിഞ്ഞ കൊല്ലം നമുക്കുണ്ടായി. പല ആളുകളും പള്ളീൻ്റെ ലൈറ്റൊക്കെ കെടുത്തി ഉള്ളിലൊരു ഡിം ലൈറ്റ് ഇട്ട് വാതിലൊക്കെ അടച്ച് പിന്നാമ്പുറത്ത് കൂടി പള്ളിയിൽ കട്ട് കയറി വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനൊരു അവസ്ഥ ഈ വർഷം ഇല്ലാതെയാവട്ടെ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം നാടിൻ്റെ ഒരു നീക്കവും സൂചനകളും അങ്ങനെ തോന്നുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കല്ലാതെ വേറൊരു മാർഗം ഇല്ല. ഏതായിരുന്നാലും അങ്ങനെയുള്ളൊരു റമദാനിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവേണ്ട മനസ്സ് എന്താണ്? ചില ആളുകളിങ്ങനെ ഇനിയിപ്പോൾ റമദാനാണ്, ഇനിയിപ്പോൾ ഒരു മാസം ആകെ കൂടി കച്ചവടം ഉണ്ടാവില്ല, മര്യാദക്ക് ഒരു സുഖം കിട്ടൂല, ഒരു കാര്യത്തിനും ഇനിയിപ്പോൾ ഒരു ഇതുണ്ടാവില്ല, ചൂടും പുകയൊക്കെ ആയിട്ട് റമദാൻ ഇനിയാണ് കഴിഞ്ഞ് കിട്ടണം എന്ന് പറയുന്ന ആളുകൾ നമ്മളൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി റമദാൻ കഴിഞ്ഞാലേ ഒക്കെ ഒന്നൊരു ശരിയാവുള്ളൂ എന്ന് തോന്നുന്ന ആൾ. നേരെ കുറച്ച് റമദാനാണ് എന്ന് പറഞ്ഞ് ഉംറക്കൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും വിട്ടെറിഞ്ഞ് ഉംറക്ക് പോയി മക്കയിൽ പോകാനും അതുപോലെ റമദാൻ ഒരു ആഘോഷമായി കാണുന്ന ആളുകളുണ്ടായി. റമദാനോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കുന്നവരുണ്ടാവും, അതൊരു ശല്യമാണ് എന്ന് തോന്നുന്നവരുണ്ടാവും. എന്നാൽ റമദാൻ കാത്തിരുന്ന് റമദാൻ കൊണ്ട് വന്ന് കിട്ടിയെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ട്. മൂന്നാമതൊരു കൂട്ടര് ഒരു നിസ്സംഗമായിട്ട് റമദാനിനെ കാണുന്ന ആളുകളെ, അതായത് റമദാനാണ്, നോമ്പൊൽക്കണം, നോമ്പൊൽക്കാതിരിക്കാൻ വയ്യല്ലോ, അപ്പോൾ റമദാനിന് തറാവീഹും നോമ്പൊക്കെ ഉണ്ടാകും എന്നതിൽ കവിഞ്ഞ് അതൊരു റുട്ടീൻ എല്ലാവരും നാട്ടിലുള്ള എല്ലാവരും ചെയ്യുമ്പോൾ അതൊരു പതിവ് കാലം എന്നതിൻ്റെ അപ്പുറം പ്രത്യേകമായി എന്തെങ്കിലും എനിക്ക് മാറ്റണം, പ്രത്യേകമായി എന്തെങ്കിലും നേടണം എന്നുള്ളൊരു ചിന്തയില്ലാതെ അതങ്ങനെ വന്നു പോകുന്ന ഒരു രീതിയായിട്ടൊരു നിസ്സംഗതയോടുകൂടി റമദാനിനെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ നമ്മളെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടത് അതാണ്. എന്താണ് നമ്മുടെ റമദാൻ? ഇന്ന് ഞാൻ അസർനമസ്കാരത്തിൻ്റെ തൊട്ടു മുമ്പ് ഒരു രോഗിയെ സന്ദർശിക്കാൻ ആശുപത്രിയിൽ പോയി.
അപ്പം അദ്ദേഹം പൊട്ടി പൊട്ടി കരയാണ്, ഒന്നും പറയാൻ കഴിയണമെന്നില്ല, സംസാരിക്കാൻ കഴിയാതെ കരയാണ്. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ രോഗിയായി കിടക്കുന്ന ഒന്നാമത്തെ റമദാൻ വരാൻ പോകും. എനിക്ക് പള്ളിയിൽ പോകാൻ കഴിയില്ല. തറാവീഹിന് കുട്ടികളെയും പേരക്കുട്ടികളെയും പെണ്ണുങ്ങളെയും മക്കളൊക്കെ കൂട്ടി പോകുന്ന മനുഷ്യനാണ്. അതിന് കഴിയില്ല, ഞാനാകെ കിടപ്പിലായില്ലേ എന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള അള്ളാഹു അദ്ദേഹത്തിന് ശിഫയായി കൊടുക്കുമാറാവട്ടെ. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള രോഗം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖം അയാൾ ഒരു വലിയ മാരകമായ രോഗത്തിലാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് കുടുംബവും കുട്ടികളും മക്കളൊക്കെ ആശുപത്രിയിൽ കെട്ടിച്ചുറ്റി നിൽക്കുന്നു, അതൊന്നും മൂപ്പർക്ക് പ്രശ്നമല്ല. റമദാനിൽ ഈ കുട്ടികളെ കൂട്ടി എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുമല്ലോ എന്നുള്ള ഒരൊറ്റ ചിന്തയാണ്. അപ്പോൾ ആ ഒരു മനസ്സ് നോക്കുകൾ, വേറെ ഒന്നുമില്ല. റമദാനാണ് എന്താ ചെയ്യാൻ കാട്ടുക. റമദാനിൽ എനിക്ക് നിങ്ങളെ മാതിരിയൊന്നും പള്ളിയിൽ പോകാൻ കഴിയില്ല. ഞാനെന്ത് ചെയ്തോണ്ട് പറഞ്ഞാൽ നമ്മളെന്നെ റമദാനിൽ പോകുന്നത് ആർക്കും അറിയാം. കഴിഞ്ഞ റമദാനിൽ നമ്മൾ ആരെങ്കിലും പോയിക്കണം, അതിലും നിങ്ങൾ ഇതാവണ്ട. അത് മാത്രമല്ല, അങ്ങനെ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹു പോകുന്നവരിൽ നിന്ന് ഒട്ടും കുറവല്ലാത്ത പ്രതിഫലങ്ങൾക്ക് തരും. അപ്പോൾ ഒരു സമാധാനം അങ്ങനെ കിട്ടുമോ? അങ്ങനെ കിട്ടും. നിങ്ങൾ പള്ളിയിൽ പോയില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതെന്താ? തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ കഴിയാത്ത ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹിജ്റ 9-ാമത്തെ കൊല്ലം തബൂക്ക് യുദ്ധം നടക്കുന്ന കാലം, ഏറ്റവും കൂടുതൽ ചൂട്, പുറത്തിറങ്ങിയാൽ രോമം പോലും കരിയുന്ന ചൂട്. മദീനയിൽ കാരക്ക ഏറ്റവും കൂടുതൽ കുറഞ്ഞ് കായ്ച്ച, ഏറ്റവും ക്ഷാമം പിടിച്ച കാലഘട്ടം. കാരണം മൊത്തം കാരക്കത്തോട്ടം കരിഞ്ഞുപോയി. അതുപോലെ തന്നെ എല്ലാ വിളവുകളും നശിച്ചു പോയി. ആടുമാട് ഒട്ടകങ്ങൾ വരെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന കൊടുംചൂടിലാണ് തബൂക്ക് യുദ്ധം ഉണ്ടാകുന്നത്. വളരെ ദൂര, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്താണ് തബൂക്കിലേക്ക്. ആ കൂട്ടത്തിൽ പോകാൻ കഴിയാത്ത കുറച്ച് ആളുകളുണ്ടായി. പല രോഗങ്ങൾ കാരണവും പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടും, അത്ര ഒട്ടകങ്ങളില്ല, യാത്ര ചെയ്യാനില്ല, ഭക്ഷണം കരുതാനില്ല, ആരോട്ട് ചോദിച്ചിട്ട് കൊടുക്കാനുമില്ല. നബി പോലും എന്താ ചെയ്യുക, എനിക്കൊന്നും ചെയ്തുതരാൻ കഴിയില്ല, എൻ്റെ അടുത്ത് എനിക്കുള്ളത് തന്നെ ഇല്ല, ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് കൈമലർത്തി നിസ്സഹായത പ്രകടിപ്പിച്ച ആളുകൾ. അവർ മദീനയിൽ ഇരുന്ന് കരഞ്ഞ് കാലം തീർത്തു. റസൂലും സഹാബികളും തബൂക്കിലേക്ക് പോയി. തിരിച്ചു പോരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളോടായി, സഹാബിമാരോടായി പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തിൽ റിജാലൻ മാ സിർതും മസീറതൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ മഅകും വേറെ ഹദീസിലില്ല ശരീകുക്കും ഫിൽ അജ്ർ. മദീനയിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ തബൂക്കിൻ്റെ കൊടുംചൂടിൽ, ഭീകരമായ ഈ മരുഭൂമി താണ്ടിക്കടക്കുമ്പോൾ, നിങ്ങൾ ഏത് മരുഭൂമി താണ്ടിക്കടക്കുകയാണെങ്കിലും, ഏത് താഴ്വരയിൽ കൂടി നിങ്ങൾ നടക്കുകയാണെങ്കിലും, അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഈ പ്രതിഫലം അല്ലാഹു തആല ജയ്ഷുൽ ഉസ്റത്ത് എന്നും പറഞ്ഞ് സൂറത്ത് തൗബയിൽ പ്രത്യേകമായി തബൂക്കിലേക്ക് പോകുന്ന ആളുകളെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ അള്ളാഹു പ്രശംസിച്ച് പറഞ്ഞ് പ്രത്യേകമായി കൂലി തരുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം മദീനയിൽ വീട്ടിലിരിക്കുന്നവരുമുണ്ട്. കാരണം അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ രോഗം കൊണ്ടോ മറ്റോ റമദാനിൽ അതിൻ്റേതായ നോമ്പ് നോറ്റ് തറാവീഹും അതുപോലെ ദാനധർമ്മങ്ങളും പള്ളിയിലിരുന്ന് ഖുർആൻ പാരായണവും പ്രാർത്ഥനയൊക്കെ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനും ഇതെല്ലാം ചെയ്യുന്നവരെ കൂലി ഉണ്ടാവും. അത് പറഞ്ഞപ്പോൾ കുറച്ച് സമാധാനം, കുറഞ്ഞൊരു മനസ്സമാധാനം. അപ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൽ ഏതാണ്? ആകെ കൂടി ഒരു നിസ്സംഗമായി ഇനിയിപ്പോൾ ഒരു മാസം നോൽമ്പേകാരെന്ന് പറയുന്ന ആളുകളാണ്. അതല്ല ഒരു മാസം നീ നോൽമ്പാണല്ലോ, ഒന്നും നടക്കുമല്ലോ എന്ന് പറയുന്ന ആളുകളാണ്. അതല്ല ഒരു മാസം നമുക്ക് നോമ്പ് കാലം വരികയാണല്ലോ, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരാണോ എന്ന് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോടാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം മിമ്പറയിലേക്ക് കയറുമ്പോൾ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി മിമ്പറൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ ഓരോ സ്റ്റെപ്പും വെച്ചപ്പോൾ ആമീൻ, രണ്ടാമത്തൊരു സ്റ്റെപ്പിന് വീണ്ടും ആമീൻ, മൂന്നാമത്തൊരു സ്റ്റെപ്പിനും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ,
3 വട്ടം ആമീൻ. സാധാരണ പോലെ തന്നെ ഖുതുബ കഴിഞ്ഞ് റസൂലുള്ളാഹി ഇറങ്ങി വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ ഒരു സഹാബി ചോദിച്ചു, എന്തിനാണ് നബി നിങ്ങൾ 3 വട്ടം ആമീൻ എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ കേട്ടല്ലോ. അവരിങ്ങനെ നബിൻ്റെ ചുണ്ടുമൊക്കെ നോക്കിയിരിക്കുകയാണ്, എന്തായിരുന്നു ആമീൻ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ജിബ്രീല അതാനി, ഞാനിങ്ങനെ കയറുമ്പോഴാണ് എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നത്. ജിബ്രീൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ആരെങ്കിലും മൻ അദ്റക ശഹ്റ റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫദഖല النار അബ്അദഹു അല്ലാഹ് എന്ന് പറഞ്ഞു. റമളാൻ മാസം വരികയും ആ റമളാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവനായി തീരുകയും ചെയ്യാതെ ഒരാൾ നരകത്തിൽ കടക്കേണ്ടി വന്നാൽ അബ്അദഹുല്ലാഹ്, അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവനെ ആട്ടി അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. കാരണം അത്ര നല്ലൊരു ചാൻസ് ഉണ്ടായിട്ട് പിന്നെയും നരകത്തിൽ കടക്കേണ്ടി വന്നവന് അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടി അകറ്റട്ടെ, അല്ലെങ്കിൽ അകറ്റിയിരിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥന കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ഖുൽ യാ മുഹമ്മദ് ആമീൻ, പറയൂ മുഹമ്മദ് ഈ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, മൻ അദ്റക അബവൈഹി ഫലം യുഗ്ഫർ ലഹു ഫദഖല النار അബ്അദഹു അല്ലാഹ്. ജീവിതകാലത്ത് മൻ അദ്റക അബവൈഹി ഔ അഹദഹുമാ, ഉപ്പയെയും ഉമ്മയെയും കണ്ടുമുട്ടി അവരെ പരിചരിക്കാനുള്ള അവസരം കിട്ടി എന്ന് പറഞ്ഞാൽ ഹയാത്തോടു കൂടി നമ്മളെ കൂടെ ഉപ്പയും ഉമ്മയും ഉണ്ടായി, അല്ലെങ്കിൽ രണ്ടാലൊരാൾ ഉപ്പയോ ഉമ്മയോ ഉണ്ടായി, ആ ഉപ്പയോ ഉമ്മയോ കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും ഫദഖല النار, നരകത്തിൽ കടക്കേണ്ടി വരുന്ന ഒരാളെ അബ്അദഹു അല്ലാഹ്, അല്ലാഹു തആല അനുഗ്രഹത്തിൽ നിന്ന് ആട്ടി അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പറയാം ആമീൻ പറ. അപ്പം ഞാൻ രണ്ടാമത്തെ ആമീൻ പറഞ്ഞു. മൂന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദീൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനുവേണ്ടി ത്യാഗം സഹിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത നിന്നെ സ്നേഹിക്കാതെ, നിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാതെ ഒരാൾ ജീവിച്ച് അവസാനം പാപ്പിയായിട്ട് മരിച്ചുപോയി നരകത്തിൽ കടക്കേണ്ടി വന്നാൽ നിന്റെ ജീവിതത്തെ മനസ്സിലാക്കി, നിന്റെ ഹിദായത്തിനെ മനസ്സിലാക്കി, നിന്റെ പേരിൽ സലാത്ത് ചൊല്ലി നിന്നെ ഓർത്തുകൊണ്ടല്ലാതെ ജീവിച്ച് മരിച്ച് നരകത്തിൽ കടക്കേണ്ടി വന്നാൽ അബ്അദഹു അല്ലാഹ്, അവനെ അല്ലാഹു തആല അനുഗ്രഹത്തിൽ നിന്ന് ആട്ടി അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഖുൽ ആമീൻ, ആമീൻ പറ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ്. 3 കാര്യം. അതിൽ രണ്ടാമത്തെ അവസാനം പറഞ്ഞ 2 കാര്യം, റസൂലിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുകയും റസൂലിൻ്റെ മാർഗം പിൻപറ്റിക്കൊണ്ട്, സലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ബിസിനസ് സലാത്തല്ല, നേരെ മറിച്ച് റസൂലിൻ്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് എന്ന ആ സലാത്ത് ചൊല്ലിക്കൊണ്ട് റസൂലിനെ പിൻപറ്റി ജീവിക്കാത്തവൻ. മറ്റത് ഉമ്മയും ഉപ്പയും ഉണ്ടായിട്ട് ആ ഉമ്മയും ഉപ്പയും ഒരുപക്ഷെ നമ്മളുടെ ഈ കാലത്തിനനുസരിച്ചുള്ള അറിവും കാര്യവും നമുക്കനുസരിച്ച് വർത്തമാനം പറയാനൊന്നും കഴിയാത്ത, നമുക്കൊരു പക്ഷേ അലോസരങ്ങളും ശല്യങ്ങളുമായി എന്ന് തോന്നത്തക്ക വിധത്തിൽ വീട്ടിൽ കുരച്ചും പ്രയാസപ്പെട്ടും ഞരങ്ങിയും കരഞ്ഞും ഒക്കെ ജീവിക്കുന്ന ഉമ്മയും ഉപ്പയും ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അതൊന്നുമില്ലാതെ തന്നെ നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മയും ഉപ്പയും വയോവൃദ്ധന്മാരായി ഉണ്ടായിട്ട് അവരെ പരിചരിച്ച് സ്വർഗം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനെ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടി അകറ്റാൻ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. ദ്വാരക്കേണ്ട ആൾ മലക്ക് റൂഹുൽ ഖുദ്സ് ജിബ്രീൽ, ആമീൻ പറയുന്ന ആൾ
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുമല്ലോ. നമ്മുടെ വിഷയം മൻ അദ്റക ശഹ്റ റമളാൻ ഫലം യുഗ്ഫർ ലഹു. റമളാൻ മാസം വന്നിട്ട് പാപം പൊറുക്കപ്പെട്ട ഒരവസ്ഥയിൽ ഒരു റമളാനിനെ അഭിമുഖീകരിച്ച് റമളാനുമായി വിട പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിയകറ്റട്ടെ എന്നുള്ളത്. അപ്പം നമുക്കതിന് സാധിക്കണം. ഈ റമളാനിൽ ഒരുപാട് റമളാൻ നമുക്ക് കഴിഞ്ഞു പോയി. ഈ റമളാനിൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മുക്തമാവാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാവണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അറാറല്ലാഹു ബി ഇദാ അറാറല്ലാഹു ബി അബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു. അള്ളാഹു ഒരു മനുഷ്യനെ കൊണ്ട് നന്മയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇസ്തഅമലഹു, അവന് അല്ലാഹു തആല അവനൊരു ജോലി കൊടുക്കും, അവനെ ഒരു പണിയിൽ വ്യാപൃതനാക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അവിടെ ഒരു പറഞ്ഞിട്ട് അവിടെ വെച്ചു, പിന്നൊന്നും മിണ്ടിയില്ല. അങ്ങനെ അവരെ മുഖത്ത് നോക്കി, അവനൊരു പണി കൊടുക്കും. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ഒരാൾക്ക് അള്ളാഹു തആല ഒരു അമല് കൊടുക്കും എന്ന് പറഞ്ഞ് റബ്ബി സഹാബിമാരുടെ മുഖത്ത് നോക്കിയപ്പോൾ വകൈഫ യസ്തഅമിലുഹു യാ റസൂലുള്ളാഹ്, എങ്ങനെയാണ് ആ പണി കൊടുക്കൽ റസൂലേ എന്ന് സഹാബിമാർ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ഒരാൾക്ക് നല്ലത് ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കുന്നു. നല്ലത് ചെയ്യാനുള്ള അറിവ് കൊടുക്കുന്നല്ല, നല്ലത് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നല്ല, അതിനുള്ള ആരോഗ്യം കൊടുക്കുന്നുള്ളതല്ല, അതിനുള്ള സന്ദർഭവും സാഹചര്യം കൊടുക്കുന്നുള്ളതല്ല, അതിനുള്ള തൗഫീക്ക് കൊടുക്കും. ഇവിടെയാണ് നമ്മൾ ഈ തൗഫീക്കിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കണം. നല്ലത് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്, കുറേയെങ്കിലും ഏറ്റക്കുറവുണ്ടാവാം, അതിനുള്ള ചാൻസുകളുണ്ട് ധാരാളം. ഇപ്പോൾ പള്ളി നമ്മളെ ഓരോ നിമിഷവും, ഇനി പള്ളി മാത്രമാവണ്ട, നമ്മളെ വീടും നമ്മുടെ നടത്തവും നമ്മുടെ വാഹനങ്ങളും നമ്മുടെ റോട്ടിലും നമ്മുടെ അങ്ങാടികളിലും നമ്മുടെ പീടികകളിലും ഒക്കെ എപ്പോഴും നല്ലത് ചെയ്യാനുള്ള സന്ദർഭങ്ങൾ നമുക്ക് എപ്പോഴും വന്നു കിട്ടുന്നുണ്ട്, ചാൻസുകളുണ്ടെന്നർത്ഥം. അതുപോലെ അതിനുള്ള അറിവും നമുക്കൊക്കെയുണ്ട്. പക്ഷേ ഇല്ലാത്തത് എന്താണ്? അതിനുള്ളൊരു തൗഫീക്ക് ഉണ്ടായി കിട്ടുന്നത്. ഞാൻ പള്ളിയിൽ ജമാഅത്തിന് വരണമെന്ന് വിചാരിക്കും, പക്ഷെ ഉണ്ടായി കിട്ടുന്നു, ആ നേരത്തെ എത്തൂല. ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഖുർആനൊന്ന് പഠിക്കണം, കുറച്ച് ആയത്തൊക്കെ പഠിക്കണം എന്നൊക്കെ കുറേ ആയിക്കൊണ്ട് പൂതിയായിട്ട് ആഗ്രഹമായിട്ട്, പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടില്ല. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു ജീവിതം. അതാണ്ട് എത്തിപ്പെടില്ല. നേരത്തിന് കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ ഓരൊക്കെ ധർമ്മം ചെയ്യുന്ന കാണുമ്പോൾ എനിക്കും ചെയ്യണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. പക്ഷെ അതാണ്ട് അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കയ്യിൽ നിന്ന് കാശാണ് പോയിക്കാണ്ട് ഒരു ധർമ്മം ചെയ്താലും മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്യാനും കഴിയില്ല, ഒരു തൗഫീക്ക് കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്ന ധാരാളം ആളുകളെ കാണാം. അതാണ് നബി പറഞ്ഞത്, തൗഫീക്ക് കൊടുക്കുന്ന. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അതിനുള്ള തൗഫീക്ക് കൊടുക്കും എന്നാണ്. ആ തൗഫീക്കാണ് കാശില്ലാത്ത, സൗകര്യമില്ലാത്ത, തറവാടും വലിയ മഹത്വങ്ങളൊന്നുമില്ലാത്ത, വളരെ ദിവസം നിത്യക്കൂലിക്ക് വേണ്ടി പണിയെടുത്തിരുന്ന, പട്ടിണിയോടുകൂടി ജീവിച്ചിരുന്ന പല സഹാബിമാർക്കും അല്ലാഹു തആല കൂടുതൽ തൗഫീക്ക് നൽകി. അവർക്കാണ് കൂടുതൽ തൗഫീക്ക് നൽകിയത്. അതെന്താ? അള്ളാഹു ഖൈർ അവരെ കൊണ്ടാണ് ഉദ്ദേശിച്ചത് എന്നതിനാൽ കൂടുതൽ തൗഫീക്കാണ് അവർക്ക് നൽകിയത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് എന്ന് പറഞ്ഞാൽ എന്താ അതിന് പറയാം? അതിനുള്ള ഒരു സാഹചര്യം, അതിനുള്ളൊരു മാനസികമായ സന്നദ്ധതയും അതിനുള്ള ഒരു ചട്ടവട്ടങ്ങളും ഒരുക്കങ്ങളും നടത്താനുള്ള ഒരു സാഹചര്യവും നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ആ സാഹചര്യം നമുക്ക് വെറുതെ തരൂല. അത് നമ്മൾ തന്നെ അതിനുള്ള കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി നമ്മളുടെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും. നമ്മൾ മലയാളികൾ പറയാറുണ്ട്, നെയ്യത്ത് പോലെ തന്നെയാണ് മയ്യത്ത്, അങ്ങനെ നെയ്യത്ത് പോലെ തന്നെ മയ്യത്ത് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ. അതായത് നമ്മുടെ ഒരു മനസ്സ് അങ്ങനെ എല്ലാം ഒന്ന് ശരിയാവണം, ഞാനൊരു ഏറ്റവും നല്ല ഒരു സാലിഹായ മുഅ്മിനാവണം, നാളെ സ്വർഗത്തിൽ എനിക്ക് കടക്കണം, തെറ്റിൽ നിന്ന് മുക്തമാവണം എന്ന ഒരു തൗഫീക്കാണ് നമുക്ക് ആവശ്യമായിട്ട്. ഞാൻ പലപ്പോഴും ഒരു പക്ഷേ പഴയ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കാണും. നമ്മുടെ ചരിത്രത്തിൽ 2 വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ
അബൂ താലിബാണ്. പിതാവ് അബ്ദുള്ളയുടെ ജ്യേഷ്ഠൻ അബൂ താലിബ്. അബൂ താലിബ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, നബി ജനിച്ചപ്പോൾ തന്നെ ബാപ്പ മരിച്ചകളാണ്, യതീമായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 5-6 വയസ്സാകുന്നതിൻ്റെ അടുക്ക് തന്നെ ഉമ്മി മരിച്ചു. അപ്പം എല്ലാ അർത്ഥത്തിലും യതീമാണ് കുട്ടി. ആ ബാപ്പാൻ്റെ അഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തിയത് അബ്ദുൽ മുത്തലിബാണ്, വല്യാപ്പ. അബ്ദുൽ മുത്തലിബ് മരിച്ചപ്പോൾ പിന്നെ നബിയെ ഏറ്റെടുത്തത് അബൂ താലിബാണ്. മഹാസാധുവായ ഒരു മനുഷ്യൻ, ദരിദ്രനാണ്, കുറേ പ്രാരാബ്ദങ്ങളും കുടുംബങ്ങളും ഉണ്ട്. എന്നാലും നബിയെയും കൂട്ടത്തിൽ ഒന്നിനെയും കൂടി അദ്ദേഹം വളർത്തി. ആ പ്രവാചകന് ചെറുപ്പകാലം മുതൽ എല്ലാ അർത്ഥത്തിലും തലയിൽ വെച്ചാൽ പേനരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നിലത്ത് വെച്ചാൽ ഉറുമ്പടിക്കും എന്ന് പറഞ്ഞ രൂപത്തിൽ സ്നേഹിച്ച് താലോറ്റി തൻ്റെ സ്വന്തം കുട്ടികളെക്കാളും നന്നായി വളർത്തിയെടുത്ത ആളാണ് അബ്ദുൽ മുത്തലിബ്. നബിയുടെ മൂത്താപ്പ അബ്ദുൽ മുത്തലിബ് അബൂ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുൽ മുത്തലിബ്, ആസിം, അബ്ദു മനാഫ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഅയ്യ്, ഫിഹ്ർ, മാലിക്, കിനാനത്ത്, ഹുസൈമത്ത്, മുദരിക്കത്ത്, ഇല്യാസ്, മുഅദ്, അദ്നാൻ. അപ്പോൾ ആ പരങ്ങനെയാണ് പോയാൽ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിൻ്റെ ഒരുപാട് ഒരു 10-20 പേരെ കുട്ടികളെ നമുക്കറിയാം. 20ൻ്റെ അപ്പുറം, അദ്നാനിൻ്റെ അപ്പുറം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഇടയിൽ ഏതാനും എണ്ണങ്ങളും കൂടി വല്യാപ്പാരുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്ഹാഖ്, വേറൊരാൾ ഇസ്മായിൽ, ഇസ്ഹാഖിൻ്റെ മകൻ യാക്കൂബിൻ്റെ മകൻ യൂസുഫ് അലൈഹിസ്സലാം. ആ പരമ്പരയിൽ ഒരുപാട് അമ്പിയാക്കന്മാർ വന്നു. മറ്റേ പരമ്പരയിൽ ഇസ്മായിൽ അലൈഹിസ്സലാം, ആ പരമ്പരയിലുള്ള മക്കളാണ് അദ്നാനിൽ ഇങ്ങനെയാണ് പോയിട്ട് അബ്ദുൽ മുത്തലിബ് വരെയുള്ള മകൻ. അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്. ആ അബ്ദുള്ളയുടെ ജ്യേഷ്ഠനാണ് അബൂ താലിബ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേരക്കുട്ടികളുടെ ആ പരമ്പരയിലുള്ള തറവാടിയാണ് നടത്തം. പ്രവാചക തറവാടിത്വമുള്ള ആളാണ് അബ്ദുൽ മുത്തലിബ്. ഇബ്രാഹിം നബിയുടെ ചോരായി പിറന്ന ആൾ അബ്ദുൽ മുത്തലിബ്. ഖുറൈശിയിലെ പ്രമുഖനാണ്. കഅബയുടെ കാരണവരും മുത്തവല്ലിയുമാണ് അദ്ദേഹം. കഅബയുടെ മുത്തവല്ലിയാണ് അബ്ദുൽ മുത്തലിബ്. അപ്പോൾ സ്ഥാനത്തിനൊന്നും ഒരു കുറവുമില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്ത സേവനം അതാണ്. ചെറുപ്പകാലം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും പോറ്റി വളർത്തി. 40 വയസ്സ് വരെ വളർത്തി. 40 വയസ്സായപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു, മൂത്താപ്പ, നിങ്ങളെന്നെ പോറ്റി വളർത്തിയത് ശരിയാണ്, പക്ഷേ നിങ്ങളുടെ ബിംബാരാധനയിൽ നിന്ന് നിങ്ങൾ മാറണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ അബൂ താലിബ് പറഞ്ഞു, അത് പറ്റില്ല, അത് എൻ്റെ ബാപ്പക്കാക്ക കാരണവന്മാരെ പഠിച്ചു വെച്ച ദീനിൽ നിന്ന് ഞാൻ മാറൂല. അപ്പോൾ മുഹമ്മദ് നബിയും അദ്ദേഹവും തമ്മിൽ ആദർശപരമായി വിശ്വാസപരമായി ഒരാൾ മുശ്രിക്കും, മറ്റേയാൾ പ്രവാചകൻ, ഈമാനിലേക്ക് വിളിക്കുന്ന മുവഹിദായ പ്രവാചകനുമായി മാറി. എന്നാലും ആ പ്രവാചകനായ മുഹമ്മദ് നബി 40-ാം വയസ്സിൽ ഖുർആൻ വഹി കിട്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ജനങ്ങളെ ഉപദേശിച്ചു, കഅബാലയത്തിലെ ബിംബങ്ങളൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഖുറൈശികൾ അബൂ താലിബിനോട് വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകൻ നിങ്ങളും ഞങ്ങളൊക്കെ ആരാധിക്കുന്ന നമ്മളെ വാപ്പാന്മാരുടെ ദൈവങ്ങളെ കുറ്റം പറയുന്ന ആളാണ്, അവനൊരു ഒറ്റ ദൈവത്തിലേക്ക്, ഏകദൈവത്തിലേക്ക് വിളിക്കുന്ന ആളാണ്, അതുകൊണ്ട് അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം അബൂ താലിബിനോട്. ഏതായിരുന്നാലും 40 കഴിഞ്ഞില്ലേ, ഇനി എൻ്റെ പണി നോക്കട്ടെ എന്നല്ല അബൂ താലിബ് പറഞ്ഞത്. വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലൻ യസിലൂ ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീന. മകനെ, എല്ലാവരും കൂടി, ഖുറൈശികളെല്ലാവരും കൂടി ഒന്നിച്ചുകൂടി നിന്നെ ആക്രമിക്കാൻ വന്നാലും ഈ മൂത്താപ്പാൻ്റെ തല മണ്ണിൽ കുഴിച്ചിടുവോളം നിന്നെ തൊടാൻ അവർക്ക് സാധ്യമല്ല. അത്രയധികം മുഹമ്മദ് നബിയെ സംരക്ഷിച്ച, 40ൻ്റെ ശേഷവും സംരക്ഷിച്ച, പ്രവാചകനായ കാലത്തും സംരക്ഷിച്ച, കവചമായി നിന്ന ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയാണ് അബൂ താലിബ്. പക്ഷെ അബൂ താലിബിന് അല്ലാഹു തആല മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് കൊടുത്തില്ല. മുശ്രിക്കായിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഇനി വേറൊരു
ആളെയും കൂടി ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ കൂടി പറഞ്ഞു തരാം. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പേർഷ്യയിൽ മജൂസിയാണ്. അഗ്നി ആരാധകന്റെ കുടുംബത്തിലാണ് ജനിക്കുന്നത്. പേർഷ്യയിലാണ്. മക്കയുമായി ഒരു ബന്ധം അദ്ദേഹത്തിനില്ല, അറിയില്ല. ആ മജൂസിയായ മകൻ ആദിവാസിയായ മജൂസിയാണ്, മലയുടെ മുകളിൽ താമസിക്കുന്ന മജൂസി. ആ മലയിലുള്ള ദൈവം ഈ സൽമാനിൻ്റെ വാപ്പ കുയ്യ് കുത്തിയിട്ടുണ്ടാക്കുന്ന തീയ്, മരം വെട്ടിക്കൊണ്ടുവന്ന് തീയ് കത്തിച്ച് ആ തീയാണ് ഇവരുടെ ദൈവം. അഗ്നി ആരാധകരാണവർ. സൽമാൻ കുറച്ച് വലുതായപ്പോൾ തീ കത്തിക്കാൻ ഏൽപ്പിച്ചു അവനെ. തീ കത്തിച്ചാൽ എൻ്റെ പണിയായി. വാപ്പ വിറക് വെട്ടാൻ പോകും, മരം വെട്ടാനും മറ്റിനൊക്കെ ആദിവാസി. മകൻ തീ കത്തിക്കലായി. കാരണം ദൈവം തീയല്ലേ, അപ്പം തീ ആളിക്കത്തിക്കൊണ്ടിരിക്കണം, അപ്പോഴേ ദൈവം നിലനിൽക്കും. പക്ഷേ സൽമാൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എന്തിനാണ് ഇപ്പോൾ ഈ തീയിനെ ആരാധിക്കുന്നത്? ഒരു നല്ല മനസ്സ്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ കുലുക്കുഞ്ഞുപ്പിയാ കിടാൻ പോകുന്നതിലുള്ളൂ. ഇതൊരു ആരാധിക്കണം. ബാപ്പാക്ക് എന്തിൻ്റെ പിരാന്ത? അവസാനം ബാപ്പാനെ മുണ്ടാതെ തീ കത്തിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ബാപ്പാനെ അറിയാതെ സൽമാൻ തീ എന്തോ ആയിക്കോട്ടെ എനിക്ക് നിൽക്കാനാവില്ല എന്നും പറഞ്ഞ് എല്ലാം ഇട്ടെറിഞ്ഞ് കണ്ട് മലൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി അങ്ങാടി കൂടി ഇങ്ങനെ നടന്നപ്പോൾ ഒരു ചർച്ച് കണ്ടു. ചർച്ചിൽ പോയിട്ട് എന്താ ഒക്കെ ചോദിച്ചപ്പോൾ അവിടെ പ്രാർത്ഥന കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു സമാധാനം ഉണ്ടായി. ഇവിടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവിടെ കൂടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, ഇത് വേറെയാണ് പ്രാർത്ഥന, ഇത് ദൈവത്തിനോടല്ല, ഇത് പുരോഹിതന്മാരാണ്. ഇവരിങ്ങനെ അവരുടെ ലാഭത്തിന് വേണ്ടിയുള്ള ഇതാണ്. അവരുടെ ജീവിതത്തിലൊന്നും ശുദ്ധിയില്ല. അങ്ങനെ അദ്ദേഹം അള്ളാനെ അന്വേഷിച്ച് മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു നന്മ അന്വേഷിച്ച് നടന്ന് അങ്ങാടിയിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടയുന്ന കീറിപ്പറിഞ്ഞ ഒരു ചെറുക്കനെ കണ്ടപ്പോൾ മദീനയിൽ നിന്ന് കച്ചവടത്തിന് വന്ന, സിറിയയിലേക്ക് കച്ചവടത്തിന് വന്ന, പേർഷ്യയിലേക്ക് കച്ചവടത്തിന് വന്ന മദീനയിലെ ജൂതന്മാർ ഒരു കീറിപ്പറിഞ്ഞ് നടക്കുന്ന ചെറുക്കനെ കണ്ടപ്പോൾ അവരെ, അന്നത്തെ ഒരു കാലം അങ്ങനെയാണ്, ഓനെ പിടിച്ചുകൊണ്ട് അടിമയാക്കി പിടിച്ചുകൊണ്ടായി മദീനത്ത് കൊണ്ടുപോയിട്ട് അടിമയാക്കി തുണിയുപ്പായകൾ കൊടുത്ത് അടിമപ്പണി എടുപ്പിക്കുമ്പോഴാണ് സൽമാൻ കേൾക്കുന്നത് യജമാനന്മാരെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് മക്കത്തുനിന്ന്. അദ്ദേഹം മുഹമ്മദാണ് പേര്, അവന് ബിംബങ്ങളൊന്നും വേണ്ടെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞ് ജൂതന്മാർ വർത്തമാനം പറയുന്നത് സൽമാൻ കേൾക്കുകയാണ്, അടിമച്ചക്കൻ. ഇത് ചെവിടോർത്തിട്ട് അവസാനം യജമാനന്മാരറിയാതെ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി സൽമാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. ആ സൽമാനാണ് ബദർ യുദ്ധത്തിൽ ഏറ്റവും നബിയുടെ സഹായിയായിക്കൊണ്ട് യുദ്ധ മുറകളൊക്കെ പറഞ്ഞു കൊടുത്തതും പിന്നെ നബിയുടെ കൂടെ മരണം വരെ ശക്തമായി നിലനിന്ന ഏറ്റവും പ്രധാനിയായ യുദ്ധപരാക്രമിയായ ദീനിനു വേണ്ടി സേവനം ചെയ്ത് മരിച്ച സൽമാൻ റളിയല്ലാഹു അൻഹു. ഒന്നുകൾ ഒരു തൗഫീഖിൻ്റെ ഊക്ക് കണ്ട തൗഫീഖ്, ഏതോ മലമുകളിൽ ആരും അറിയാത്ത ഒരു പ്രവാചക പാരമ്പര്യം ഒരു പാരമ്പര്യം ഇല്ലാതെ തീ കത്തിക്കാതെ ഏൽപ്പിച്ച ഏതൊരു ആദിവാസിയുടെ മകൻ തട്ടിത്തിരിഞ്ഞ് വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിൻ്റെ കാവൽപടനായി സ്വർഗാവകാശിയായി മരിക്കാനുള്ള തൗഫീഖ് ആ നല്ല മനസ്സിന് നൽകിയപ്പോൾ ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് നബി തലക്കാമ്പുറത്തിരുന്ന് ചൊല്ലിക്കൊടുത്തപ്പോൾ പോലും ചെല്ലാനുള്ള മനസ്സും തൗഫീഖും കിട്ടിയില്ല. ഇവിടെയാണ് നമ്മൾ തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് തൗഫീഖ്? പടച്ചോനെ, ഈ റമദാനിൽ എൻ്റെ പാപങ്ങൾ പുറത്ത് എന്നെ ഒരു യഥാർത്ഥമായ മുഅ്മിനായി മരിപ്പിക്കാൻ തൗഫീഖ് നൽകണമേ എന്നുള്ള ആ ഒരു തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ കുറച്ച് പണിയെടുക്കുകയും വേണം എന്നതാണ് ഇതിലേറ്റവും പ്രധാനമായ കാര്യം. നമ്മളതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം. അതെന്താണ് പണിയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ നോമ്പിനെ ഒരു നല്ല ആഹ്ലാദത്തോടുകൂടി മനസ്സോടുകൂടി പ്രാർത്ഥനയോടുകൂടി നമ്മൾ നോമ്പിനെ അഭിമുഖീകരിക്കുക. സലഫികളെ പറ്റി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അഹ്മദ് ഇബ്നു റജബ് ഹംബലി പറയുന്നുണ്ട്, സലഫികളായ ആളുകൾ
6 മാസം മുമ്പ് തന്നെ റമദാൻ വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചോനെ റമദാൻ ആവോളം രോഗമൊന്നും ഇല്ലാതിരിക്കണേ, റമദാൻ വരെ ആയുസ് കിട്ടണമേ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, പഠിച്ചോനെ ഞങ്ങളെ റമദാനിലേക്ക് നീയാണ്ട് എത്തിച്ചു തരണേ ഞങ്ങളുടെ ആയുസ്സിനെ. 6 മാസം റമദാന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഈ പള്ളികളിലൊക്കെ നമ്മുടെ ഈ സുന്നി പള്ളികളിലൊക്കെ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പങ്കെടുക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന ഇപ്പോൾ കാണാം, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. സലഫികൾ പ്രാർത്ഥിച്ചിരുന്നു അത്രയാ കാലത്ത്, പഠിച്ചോനെ റമദാനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരണം. എന്തിനാ 6 മാസം മുമ്പ് വരെ പ്രാർത്ഥിക്കുക? കാരണം റമദാനാണ്ട് ആയി കിട്ടിയാൽ ഒരുപാട് ഇതാ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന വഉലിഖത്തി അബ്വാബുൻ നാർ വസുഫജത്ത് ശയാത്തീൻ, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്ന് നരകവാതിലുകൾ അടക്കുന്ന പിശാചുക്കൾ ചങ്ങലക്കിടപ്പെടുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളും ചെയ്യാനുള്ള സൗകര്യങ്ങളും മനസ്സും സാഹചര്യങ്ങളും ഒക്കെ ഒത്തിണങ്ങുന്ന അന്തരീക്ഷവും തിന്മകളിൽ നിന്ന് മാറാനുള്ള അന്തരീക്ഷവുമുള്ള ആ ഒരു റമദാനിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരണമേ എന്ന് 6 മാസം പ്രാർത്ഥിക്കുകയും റമദാൻ കഴിഞ്ഞാൽ അടുത്ത മാസക്കാലങ്ങളിൽ പഠിച്ചവനെ റമദാൻ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ ധർമ്മവും ഞങ്ങളുടെ അദ്കാറുകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും നീ സ്വീകരിക്കണമേ എന്ന് റമദാൻ നിൻ്റെ നന്മ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വേണ്ടത് നമുക്ക് അതാണ്, ഒരു തൗഫീഖ്, നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. നല്ലൊരു റമദാൻ ആവണമേ എന്ന് പ്രാർത്ഥിക്കുക, അതാണ് അഹ്ലൻ റമദാൻ. റമദാനിൻ്റെ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. രണ്ടാമതൊന്ന്, നമ്മളൊരു പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മളെ വോട്ടൊക്കെ പെട്ടിനുള്ളിലായി, അതിന് കാവലിരിക്കുക, പോലീസുകാർ അതിന് കാവലിരിക്കുകയാണ്, മറ്റൊരു ബാഗ് അങ്ങനെ അതുകൊണ്ട് എന്നാണ് ചെമ്പ് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് കുറേ ആളുകൾ പാർട്ടിക്കാർ അങ്ങനെ ഇരിക്കുക. ആ ചെമ്പ് പൊട്ടിച്ചാൽ നമുക്കാവോ അതല്ല ഓൽക്കാവോ എന്നാണ്. അപ്പം മിക്കവാറും ഈ ഒരു മാസക്കാലം ലൈവായിട്ട് രാഷ്ട്രീയമായ വടംവലികൾ നിലനിൽക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, ഈ റമദാനിന് പ്രത്യേകിച്ചു. കാരണം ആ രാഷ്ട്രീയത്തിൽ അവിടെ അങ്ങനെ അയാൾ അങ്ങനെ പറഞ്ഞു, പ്രതിപക്ഷത്തിന് മറ്റയാൾ അങ്ങനെ പറഞ്ഞു, മറ്റൊരു ഒരു ഇൻ്റർവ്യൂ ഇപ്പുറത്ത് ഇൻ്റർവ്യൂ, നമ്മളൊക്കെ ഫേസ്ബുക്കും പിന്നെ ഈ ഇതുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. നമ്മുടെ ബിസിനസ്സിനാവട്ടെ, നമ്മുടെ ദീനീ പ്രവർത്തനത്തിനാവട്ടെ, ഒക്കെ അതാണ്. ഒക്കെ ഇന്നും ഇത് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും എല്ലാം ഓൺലൈനിലായി നമ്മളെ ഈ സാധനത്തുമ്പോഴാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു മാസക്കാലം നമ്മൾ എന്തായിരുന്നാലും ഈ റമദാൻ കയ്യോളം ഇതിൻ്റെ ലൈവായിട്ട് രാഷ്ട്രീയ വടംവലികളും അതുമായി ബന്ധപ്പെട്ട കലഹങ്ങളും അതിൻ്റെ പരസ്പരമുള്ള പഴിചാരലുകളും ലൈവായി നിൽക്കുമ്പോൾ പലപ്പോഴും ഒരു താല്പര്യം ഇതിലൊന്നും ഇല്ലെങ്കിലും അതങ്ങനെ കണ്ടൊന്നായിട്ട് കാണാൻ മനുഷ്യന് തോന്നിപ്പോൾ നമ്മളെ പ്ലേറ്റ് തന്നെ നമ്മൾ മാറ്റണം. നമ്മളൊരു തഖ്തീത്ത്, ഒരു പ്ലാനിങ് കൃത്യമായി റമദാൻ വെച്ച് നമ്മൾ കടയിൽ പോകേണ്ട നേരം, നമ്മൾ ഓഫീസിൽ പോകേണ്ട നേരം, നമ്മൾ രാത്രി എഴുന്നേറ്റിട്ട് അത്താഴം കഴിക്കുന്നു, പിന്നെ എന്താ ചെയ്യേണ്ടത്, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നതിനിടയ്ക്ക് വേറെ എന്താ ചെയ്യേണ്ടത്. നമ്മുടെ സ്ത്രീകളും, ഇത് സ്ത്രീകൾ കേൾക്കുന്നുണ്ടാവണമെന്നില്ല, എന്നാൽ ഇനിയെങ്കിലും കേൾക്കും. സ്ത്രീകളും നേരം വെളുത്ത് വൈകുന്നേരമോളം നോൽമ്പ് ഇറന്ന് പിന്നെ അത്താഴത്തിനുണ്ടാക്കി 4 രാവും പകലും അടുക്കളയിൽ കിടന്ന് നരകിക്കുന്ന ഒരു ഭക്ഷണ കമ്മിറ്റി ആയിട്ട് മാത്രം നമ്മളെ സ്ത്രീകളെ നമ്മൾ ഒരിക്കലും വിടരുത്, ഒരിക്കലും നമ്മളങ്ങനെ വിടരുത്. അങ്ങനെയാണ് സാധാരണ നിലക്ക് നമ്മളൊക്കെ ഒരു നാട്ടിലുള്ളൊരു നാട്ടുമ്പുറത്തൊരവസ്ഥ. ആകെ പെണ്ണുങ്ങൾക്ക് എന്താ വെച്ചാൽ നേരം വെളുത്താൽ നോൽമ്പിറക്കാനുണ്ടാക്കുക, പിന്നെ അതിനൊരു അത്താഴത്തിനുണ്ടാക്കുക, മുത്താഴത്തിനുണ്ടാക്കുക, അതങ്ങോട്ട് കഴിയേണ്ടതിനിടയ്ക്ക് അടുത്ത അടുപ്പിൽ അത്താഴത്തിന് വേറെ തീമിടുക, എന്നിട്ട് രാവും പകലും നിറ്റങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട പണി മാത്രമാവുന്ന ആ ഒരു പ്ലാനിങ് നമ്മളെ വീട്ടിൽ നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ ഒരു ഭക്ഷണം കൂടി തിന്നുകാണ്ട് ആരപ്പം അങ്ങനെ തിന്നുന്നത്. അപ്പം കൃത്യമായും നമ്മളെ സഹോദരിമാർക്ക് ഒരുപാട് സമയം ഫ്രീ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണക്രമം നമ്മൾ അതിന് ഒരുപാട് സംവിധാനങ്ങൾ നമ്മളെന്നെ ഉണ്ടാക്കി തിന്നണമെന്നൊന്നും ഇല്ലപ്പോൾ ഞങ്ങളൊക്കെ സൗകര്യങ്ങളുണ്ട്. കൃത്യമായ ഒരു പ്ലാനിങ് നമ്മളെ വീട്ടിലുണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിനെ പറ്റി പറഞ്ഞത് എന്താ പറയുക, മൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിംന. റമദാനിലെ ഖൈറ് ഒരാൾക്ക് ഇല്ലാതെ അയാൾ നഷ്ടപ്പെട്ടാൽ ഒരാകെ പോയി, ആകെ നഷ്ടപ്പെട്ടു.
റമദാനിലെ ഖൈറ് നഷ്ടപ്പെട്ട ആകെ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു നഷ്ടം നമുക്കൊരു പക്ഷേ ചൂടും പുകയും പ്രശ്നങ്ങളുമായിട്ട് കുറച്ചൊക്കെ വിശ്രമമോ ഉറക്കമോ തൂക്കമോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ കൃത്യമായ ഒരു ടൈം ടേബിള്, ഒരു പ്ലാനിങ് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മളെ മക്കൾക്കും അറിയില്ല. നമ്മളിപ്പോൾ ഒന്നുമില്ലെങ്കിൽ പള്ളിയിലൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതലുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ അൽഹംദുലില്ലാ റമദാനെ മാത്രം കരുതിയിട്ടുള്ള ഒരുപാട് ശീതീകരിച്ച തറാവീഹൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ക്ലാസ് ഉണ്ടാക്കുന്നുണ്ട്, ഒക്കെ റെഡിയാകുന്നുണ്ട്. അതല്ല, ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ നാട്ടിൽ ഇതേമാതിരി എല്ലാ സൗകര്യം ഉണ്ടാക്കി അതൊന്ന് സ്വിച്ച് ഇടാൻ പോലും സമയം കിട്ടിയില്ല. അപ്പോഴേക്ക് ലോക്ക്ഡൗൺ. അപ്പോൾ അത് ഇനി നമുക്കറിയില്ല സൗകര്യങ്ങൾ എന്താണെന്ന്. ഇനി അതല്ല ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സൗകര്യം അഥവാ വരാതിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ വീട്ടിലാവുകയാണെങ്കിൽ പോലും കൃത്യമായി വീട്ടിലിരുന്ന് ഇപ്പോൾ നമ്മളൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞ കൊല്ലം വീട്ടിൽ തന്നെ റമദാൻ്റെ ശേഷം തറാവീഹിൻ്റെ ശേഷം ഉണ്ടായിരുന്ന 5 മിനിറ്റ് നേരത്തൊരു ക്ലാസ് അത് വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് അടുത്ത വീട്ടുകാരെയും മറ്റൊക്കെ കൂട്ടി എല്ലാവരും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഇവിടെയുള്ള ആളുകൾ അടുത്ത വീട്ടുകാരൊക്കെ കൂട്ടി തറാവീഹ് നമസ്കരിച്ച് വലിയ നല്ല ഖിറാഅത്തൊന്നും ഓതാൻ കഴിയില്ലെങ്കിൽ പോലും ഉള്ളത് കൊണ്ട് തറാവീഹ് നമസ്കരിച്ച് ഒരു ചെറിയൊരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു പരിഭാഷയെങ്കിലും അമന് മൗലവി റഹ്മാന്റെ ഒരു പരിഭാഷയെങ്കിലും എടുത്ത് 2 ആയത്തെങ്കിലും വായിച്ച് നമ്മളെ കുട്ടികളെയും മക്കളെയൊക്കെ ഒന്ന് കേൾപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ഖൈറ് മൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിം. റമദാനിൻ്റെ ഖൈറ് പോയാൽ മൊത്തം പോയി എന്നുള്ള. അപ്പോൾ ആ ഒരു ഖൈറിന് വേണ്ടി നമ്മൾ നിൽക്കണം. മറ്റൊന്ന്, നല്ലൊരു പ്രതീക്ഷയോടുകൂടി റമദാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. നല്ല ഈമാനോടുകൂടി വിശ്വാസവും കൂലി കിട്ടണം എന്ന പ്രതീക്ഷയും, അതാ ഞാൻ പറയേണ്ടത്, ഒരു നിസ്സംഗമായിട്ട് റമദാനാണല്ലോ എന്ന് പറയാതെ ഒരു വെറുപ്പ് പ്രകടിപ്പിക്കാതെ കൂലി വാങ്ങണം എന്ന പ്രതീക്ഷയോടുകൂടി റമദാൻ ഒരു നോമ്പ് ഒരാൾ മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി ഇല്ലാ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ഒരു ദിവസം ആത്മാർത്ഥമായിട്ട് ഒരു നോൽമ്പിന് 70 വർഷക്കാലം നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ അകറ്റും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ആ യൂണിറ്റ്, ഒരു വർഷത്തെ ദൂരം നരകത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതിൻ്റെ ആ യൂണിറ്റ് നമ്മളെ മനസ്സിൽ കൊള്ളുന്നില്ല. പക്ഷേ നമ്മളെ റസൂലുള്ളാഹി പറഞ്ഞു ഒരു നോമ്പിന് 70 വർഷക്കാലത്തെ അകലം നരകത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മൾ അകറ്റും. അപ്പോൾ ഒരു വലിയൊരു പ്രതീക്ഷ തന്നെയാണ്, ചെറിയ പ്രതീക്ഷയില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ലഅല്ലക്കും തത്തഖൂൻ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ വേണ്ടിയാണ് റമദാൻ ഫർളാക്കിയത്. അപ്പോൾ ഒരു മാസം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടലല്ല. ഈ ഒരു മാസം കഴിയുമ്പോൾ ഒരു ഈദുൽ ഫിത്തറിലേക്ക് വരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു തഖ്വ, സൂക്ഷ്മത നമ്മളെ പ്രവർത്തനത്തിൽ, നമ്മളെ കച്ചവടത്തിൽ, നമ്മളെ ഉദ്യോഗത്തിൽ, നമ്മളുടെ മറ്റു കാര്യങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ, നമ്മളെ വീട്ടിൽ ഭാര്യയോടും മക്കളോടുമുള്ള പെരുമാറ്റത്തിൽ, ഭർത്താവിനോടും കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ ആകെക്കൂടിയുമുള്ള ഒരു തഖ്വയുടെ ഒരു മാറ്റം റമദാൻ കൊണ്ട് നമുക്കുണ്ടാകും. ആ നിലയ്ക്ക് നമുക്ക് റമദാനെ കൊണ്ടുനടക്കാൻ കഴിയണം. അതുപോലെ റമദാൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് ഒരു ബറാഅത്ത് നമുക്ക് വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തൗബ എന്ന് പറയുന്നത് ഒരു തൗബക്ക് പറയുന്ന ഒരു ബിസിനസ് ആയിക്കാണ്ട് ഒരു തൗബ സമ്മേളനത്തിൻ്റെ ഒരു കോലത്തിലേക്ക് ഇപ്പം നമ്മൾ എത്തുന്നുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ ഒറ്റക്ക് പ്രാർത്ഥിച്ച് പടച്ചവനോട് നമ്മൾ തൗബ ചെയ്താൽ പൊറുക്കാത്ത ഒരു തെറ്റുമില്ല. അപ്പോൾ എല്ലാ തെറ്റിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങാം. പക്ഷേ ചില തെറ്റുകൾ മാത്രം നമ്മൾ തൗബ ചെയ്തുകൊണ്ട് തീരുന്നതല്ല. അത് തീർക്കണമെങ്കിൽ ആ തെറ്റിനുള്ള പരിഹാരം നമ്മൾ ചെയ്യണം. അതായത് ജനങ്ങളുമായുള്ള ഹഖുൽ ആദമി ബറാഅത്തിൻ മിൻ കുല്ലി ഹഖിൽ ആദമി, മനുഷ്യരുമായുള്ള ഹക്കടപാടിൽ നിന്ന് നമ്മൾ മാറണം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കടം കൊടുക്കാനുള്ള ആൾ മരിച്ചാൽ നബി ആദ്യകാലത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചോളി. കടണ്ടോ? കുറേ കടക്കാരനാണ്, വീട്ടിലില്ല, എന്നാൽ സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞ് നബി അകത്ത് കണ്ടുപോകും. ആ വാതിലും തുറന്നാൽ അകത്ത് കണ്ടുപോകും. നബി നിസ്കരിക്കാറില്ല. കാരണം എന്താ? ബറാഅത്തില്ല, ജനങ്ങൾക്ക് കടം കൊടുക്കാനുണ്ട്. പിന്നെ ബൈത്തുൽ മാലിന് പണമൊക്കെ ഉണ്ടായപ്പോൾ നബി പറഞ്ഞു, എത്ര ഉണ്ട് കടണ്ടോ, ഞാൻ വീട്ടിക്കൊള്ളാം,
നിങ്ങൾ ആരും കടക്കാരും ബുദ്ധിമുട്ടല്ല, ഞാൻ വീട്ടിൽ തരാമെന്ന് പറഞ്ഞ നബി ഏറ്റെടുത്തിട്ട് നിസ്കരിച്ചു പിൽക്കാലത്ത്. അപ്പോൾ നമ്മൾ ഈ കടബാധ്യതൻ്റെ കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെ 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 എന്താണ് പറയുക, തസാഹുല്, ഒരു തരം അശ്രദ്ധയാണ് ആളുകൾ കാണിക്കുന്നത്. കൊടുക്കാമല്ലോ, പിന്നെ കൊടുക്കാം, ഇപ്പം നമ്മളെ കയ്യിലായി കൊടുക്കാൻ വീട്ടാനുണ്ട്, പക്ഷെ അത് നമുക്ക് ആ മറ്റീക്കാണ്ടിട്ടാൽ, ആ ബിസിനസ് കാണ്ടിട്ടാൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിരുന്നാലും കൊടുക്കാനുള്ളതാണ് കൊടുത്തു തീരാതെ മരിച്ചു പോയാൽ രക്ഷപ്പെടില്ല. അതല്ല, കൊടുക്കാൻ കഴിയാത്തതാണെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കണം. ഓന് തരാൻ വീട്ടാൻ കഴിയില്ല, നാം വിട്ടുകൊടുക്കണം. അള്ളാഹു തആല വിട്ടു തരും നമുക്ക്. അള്ളാഹു മലക്കുകൾ ചോദിക്കുന്നുണ്ട് ഈ മനുഷ്യൻ്റെ കാര്യം എന്താണ്. അള്ളാഹു പറയും, ആ ചങ്ങാതി ചെയ്ത പണി നല്ല പണി എന്താ? അയാൾക്ക് കൊടുക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, അയാൾ പിന്നെ അത് വിട്ടുകൊടുത്തു, ഓനെ കൊണ്ട് വീട്ടാൻ കഴിയൂല എന്ന് പറഞ്ഞ്. അപ്പോൾ അള്ളാഹു പറയുന്ന ഓൻ്റെ പാപ്പങ്ങളും വിട്ടുകൊടുത്താളി, ഞാൻ ഓനൊക്കെ വിട്ടുകൊടുത്തു, ഓനെ സ്വർഗത്തിൽ കടത്തിക്കാളി. വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ അവധി കൊടുക്കണം, അതല്ലെങ്കിൽ കുറച്ച് കൊടുക്കണം. ബാങ്കുകാർ പോലും കുറച്ച് കൊടുക്കണില്ലേ, കുറച്ച് കൊടുക്കണം. ഏതായിരുന്നാലും കടബാധ്യതകൾ ബറാഅത്തിന് പറ്റാത്തൊരു കാര്യം. രണ്ടാമത്തെ ഒന്ന്, കടബാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കണ്ട് കൈവായ്പായിട്ട് വാങ്ങിയതാണ് കടബാധ്യത. അത് നിങ്ങൾ ചോദിക്കും, എൻ്റെ പൈസ തന്നിട്ട് ചെല്ല മൗലവി, അതുകൊണ്ട് എന്നാ ഇപ്പം ഉണ്ടാവുക, റമദാനിന് മുമ്പ് കിട്ടുമോ, അല്ലെ അവർ 6 മാസം കഴിഞ്ഞിട്ട് തരാം, ശരി ചോദിക്കും. പക്ഷേ ചോദിക്കാൻ ആളില്ലാത്തൊരു കടം നമ്മുടെ കയ്യിലുണ്ട്, അതാണ് സക്കാത്ത്. നേരത്തെ നമ്മുടെ സഹോദരൻ പറഞ്ഞ കാര്യം. അത് അള്ളാഹ് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചതാണ് 2.5% സക്കാത്ത്. കൃഷിയുടേതാണെങ്കിൽ 10%, അതല്ല താനേ ഉണ്ടാവുന്നതാണെങ്കിൽ അതിന് ആണ് 10%, അല്ലെങ്കിൽ നനച്ചൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ 5%. അതിൻ്റെ മസാലകൾ വേറെ ഉണ്ട്, നമ്മൾ ചോദിച്ച് പഠിക്കണം. ഏതായിരുന്നാലും സക്കാത്ത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ലാസ്റ്റ് ഗ്രേഡായ ഒരാൾക്കാണെങ്കിൽ പോലും സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അവന് ഒരു വിധമൊക്കെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകും. കാരണം നല്ല ശമ്പളം കിട്ടുന്നുണ്ട് കച്ചവടക്കാരന്. നമ്മളുടെ ഒരു വർഷത്തെ വരുമാനം, അപ്പം റമദാൻ അല്ല കേട്ടോ സക്കാത്തിൻ്റെ കാലം, കച്ചവടം തുടങ്ങിയത് ഏത് മാസമാണോ അന്നാണ് സക്കാത്ത്. പക്ഷേ റമദാനിലാണ് പലരും ഡ്യൂ ഡേറ്റ് ആയിട്ട് കാണുന്നതെങ്കിൽ ഒരു വർഷത്തെ നമ്മുടെ വരുമാനം, നമ്മുടെ കച്ചവടത്തിൻ്റെ ആസ്തി നമ്മുടെ കയ്യിൽ, നമ്മുടെ ജീവിതം കഴിച്ച് ബാക്കി എന്തുണ്ടെങ്കിലും 2.5% കൊടുക്കണം. നമ്മൾ വാങ്ങിയിട്ട സ്വത്തുണ്ട്, അത് വിറ്റുപോയിട്ടില്ല, അത് 10 കോടിൻ്റെ സ്വത്തുണ്ട്, അല്ലെങ്കിൽ 5 ലക്ഷത്തിൻ്റെ സ്വത്തുണ്ട്, അത് വിറ്റുപോയിട്ടില്ലെങ്കിൽ അതിനും കണക്ക് കൂട്ടിയിട്ട്, മാർക്കറ്റ് വില കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കണം. അത് അള്ളാഹ് നമ്മളെ കയ്യിൽ തന്നതാണ്, അത് കൊടുക്കണം. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മുതലാളി കൊടുക്കണം. നമുക്ക് വിറ്റ് പോയിട്ടില്ല, കൊടുക്കാനില്ലേ, നാം വിൽക്കുമ്പോൾ കണക്ക് കൂട്ടണം. ഒരു കൊല്ലം 2021, 2022, 2023 വിറ്റെങ്കിൽ 3 കൊല്ലത്തെ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ സക്കാത്തിൻ്റെ വിഹിതത്തിൽ ഒരു പൈസ പോലും, ഒരു അറാക്കിൻ്റെ കൊള്ളി പോലും, മുസ്ലിമിൻ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം ഹറാമാക്കും. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വലൗകാന ശൈഅൻ യസിറ യാ റസൂലല്ലാഹ്, ഒരു മുസ്ലിമിന് കൊടുക്കാനുള്ള ഹക്ക് ഒരു നിസ്സാരമാണെങ്കിലും റസൂലെ സ്വർഗ ഹറാമാക്കുമോ എന്ന് പറയും. ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, വലൗ ഖദീബൻ മിൻ അറാക്കിൻ, അവിടെ ആ മരുഭൂമിയിൽ കാണുന്ന, വൈക്ക കാണുന്ന ഒരു അറാക്കിൻ്റെ കൊള്ളിയാണെങ്കിലും അത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ അത് സ്വർഗ ഹറാമാക്കും. അത് ബറാഅത്താണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ബറാഅത്ത് മുക്തമാവണം. അപ്പം റമദാൻ എല്ലാ തരത്തിലുള്ള ബറാഅത്തും കഴിയുന്നത് കൊടുത്തു തീർത്ത്, കൊടുക്കേണ്ട സക്കാത്തുകൾ കൊടുത്തു തീർത്ത്, അതിനൊരു സംവിധാനം, ഒരു ഇവിടെയൊക്കെ ഇപ്പോൾ പറഞ്ഞു, ഇവിടെ കണ്ട് നിങ്ങൾ അപേക്ഷ അയച്ചോളി, നമുക്ക് സംവിധാനിക്കാം. നമ്മൾ കാശ് കൊടുക്കുകയല്ല വേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയ സക്കാത്ത് കഴിഞ്ഞ ഒരൊറ്റ കൊല്ലം കൊണ്ട് 49 പാവങ്ങൾക്ക് വീടുണ്ടായി കൊടുത്തു, 80-ൽ പരം ആളുകൾക്ക് തൊഴിലിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടായി കൊടുത്തു, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായി കൊടുത്തു. കാരണം എന്താ പറഞ്ഞാൽ അതൊരു 1000, 2000, 4000 ഒക്കെ കൂടിയും ഒരുമിച്ച് കൂട്ടി സക്കാത്ത് ചെയ്താൽ, സക്കാത്ത് സംഭരിച്ചാൽ നമുക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാൻ കഴിയും. നമ്മളെ ഈ പള്ളി കേന്ദ്രമാക്കി സക്കാത്ത് ഉണ്ടായിട്ട് ഈ ഒരു കൊല്ലത്തെ സക്കാത്ത് കൊണ്ട് ഒരു പാവപ്പെട്ടവന് വീടുണ്ടാക്കി കൊടുക്കിങ്ങളെ. എല്ലാവർക്കും കൂടി നുള്ളി ഒപ്പിച്ച് 1000, 1500 കൊടുത്തിട്ട് തൽക്കാലം അതോനാണ്ട് മൊബൈലിൽ സിം ഇട്ട് കളയും, അത് ചാർജ് ചെയ്ത്. അതല്ല, ഒരു വീട് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അടുത്ത കൊല്ലം വേറെ ഒന്നും ഉണ്ടാക്കുക. അപ്പോൾ ഓനും തോന്നും എനിക്കും വേണം അടുത്ത കൊല്ലം ഒരു 1000 രൂപ എടുക്കുക സക്കാത്ത് വേണം. ഇസ്ലാമിൽ ആദ്യമായി, ഇസ്ലാംകാരി 5 ആദ്യമായി സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് സക്കാത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
അഞ്ച് കാര്യത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയ ആൾക്കാർ ഒരുപാട് കാലാകാലം ഉണ്ടാവും. പക്ഷെ ആദ്യം പോകല് സക്കാത്താണ്. അവസാന നിസ്കാരം പോകുള്ളൂ. അപ്പം നിസ്കരിക്കാൻ ഒരുപാട് ആൾ കുറേ കാലമൊക്കെ ഉണ്ടാവും. ഇനി അതിന് നിസ്കരിക്കാൻ ഒരു ചെലവില്ലല്ലോ, 5 കാര്യം ചെലവില്ലല്ലോ. മാത്രമല്ല എന്തൊരു കല്യാണാലോചന വരികയാണെങ്കിലും പള്ളിയിൽ നിസ്കരിക്കാതെ നിസ്കാരം എന്ത് ആണെങ്കിലും നിസ്കരിക്കേണ്ട ആളാണെങ്കിൽ അതിനൊരു മാർക്കറ്റ് നമ്മുടെ നാട്ടിലുണ്ട്. സക്കാത്ത് കൊടുക്കലുണ്ടെന്ന് ചോദിക്കാം, ആരും ചോദിക്കൂല. സക്കാത്ത് കൊടുക്കലുണ്ട്, പൈസ ഉണ്ടോ എന്ന് ചോദിക്കും, എത്ര ഉണ്ട്, എങ്ങനെയൊക്കെ വരുമാനം. സക്കാത്ത് തീർച്ചയായും കൊടുക്കലുണ്ടോ? കാരണം ഞാനവിടെ കെട്ടിച്ചയച്ചാൽ എൻ്റെ കുട്ടിക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഫക്കീറന്മാരുടെ ഹക്കാണ്, ഹറാമാണോ തിന്നുന്നത് കൊടുക്കുന്നത്, അതല്ല ഹലാലാണോ എന്ന് ആരും ചോദിക്കലില്ല. സക്കാത്ത് കൊടുക്കണമെന്ന് ചോദിക്കലില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഉടൻ തന്നെ തുടങ്ങിയിരിക്കുന്നത് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആളുകളാണ്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധം ചെയ്തിട്ട് അവരെ ഒതുക്കി. സക്കാത്ത് കൊടുക്കാൻ പറ്റാത്തവരെ മുസ്ലിമാരുടെ അടക്കണ്ടാണ്, അത് സമൂഹത്തിൽ നിന്ന് പോകും. അപ്പം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഹക്കുകളൊക്കെ വീട്ടി എങ്കിലേ പശ്ചാത്താപം അള്ളാൻ്റെ തൗബ ശരിയാവണമെങ്കിൽ ഈ ജാതി കാര്യങ്ങളൊക്കെ ഈമാന് ഇഹ്തിസാബോട് കൂടി ചെയ്യണം. ആ നിലയ്ക്ക് നമ്മൾ റബ്ബാനിനെ കാണുക. അതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എന്തെങ്കിലും ഇപ്പോൾ സക്കാത്ത് സംബന്ധമായ വിഷയങ്ങളാണെങ്കിൽ നമ്മളൊരു ദീർഘമായ ഒരു ചർച്ച ചെയ്യേണ്ടി വരും. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയോ പറയുകയോ ചെയ്യുക. സംശയം അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ ഒരു 2.5% കൊല്ലത്തിൽ നമ്മളെ അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് കണക്കൂട്ടി കൊടുക്കാൻ, സംശയം തീർന്നിട്ട് കൊടുക്കാൻ കാത്തിക്കേണ്ടതില്ല. ആ വിഷയത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ചർച്ച, ഒരു ചോദ്യങ്ങളൊക്കെ ആവാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാതെ ദീർഘിപ്പിക്കണ്ട എന്നാണ് എനിക്ക്. അതെ, അത്രയാണ് വിൽപ്പനക്ക് വേണ്ട കച്ചവടച്ചരക്കായിട്ടുള്ള സക്കാത്ത്. ആ ഭൂമിയാണെങ്കിൽ അതിന് സക്കാത്ത്. ഈ ലോൺ എടുക്കൽ പരമാവധി നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് ലോണ് മരിച്ചോളം ലോണിട്ട് വീടുമില്ല, സക്കാത്തിട്ട് കൊടുക്കില്ല. ഒരിടത്തല്ല കയ്യിലുണ്ടാവും, കാശെല്ലാം ഉണ്ടാവും, നല്ല സമ്പന്നനായിരിക്കും. പക്ഷെ എന്ത് പറഞ്ഞാലും ലോണാണ്. ആ ലോണെന്നിട്ട് കച്ചിലാവില്ല. ആ ലോൺ എന്നത് ഒന്നാമതായി അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു അപകടം. അത് അവന് ചെയ്യുക. ഈ ലോൺ എന്ന് പറഞ്ഞാൽ എന്നോ അടച്ച് തീരണ്ട. സക്കാത്ത് കൊടുക്കേണ്ടി വരും. കടത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ഇസ്ലാമിക ശരീഅത്ത് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ മാസം ഹാലായ കട എന്ന് പറഞ്ഞാൽ ഈ മാസം കൊടുക്കേണ്ട കട ആണെങ്കിൽ ആ കട ഈ മാസം കൊടുക്കണമല്ലോ. അതെടുത്തുകാണ്ട് സക്കാത്ത് കൊടുക്കണം. അത് കൊടുത്താൽ ബാക്കിയുള്ളതിന് കൊടുത്താൽ മതി. അതല്ല അടുത്ത മാസമോ പിറ്റത്തെ മാസമോ ഒക്കെ ആണെങ്കിൽ അതിനപ്പോഴേക്ക് വേറെ കാണുന്നത് പൈസക്ക് സക്കാത്ത് കൊടുക്കണം എന്ന്. ഈ ലോണൊന്നും സക്കാത്തിൽ നിന്ന് ഒഴിവാകുന്ന കാര്യമാണ്, അത് കണക്കാക്കേണ്ടതില്ല. അതല്ല, അതായത് ഈ റമദാനിലെ നോമ്പ് അടുത്ത റമദാനിൻ്റെ മുമ്പായിട്ട് വീട്ടലാണ് സൂക്ഷ്മത. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യത്തിൽ. ഇനി അടുത്ത റമദാനിൻ്റെ മുമ്പ് വീട്ടാന്ന് വിചാരിച്ച് വീട്ടാതെ കഴിഞ്ഞാൽ പിറ്റത്തെ റമദാനിൻ്റെ ശേഷം വീട്ടാം. പക്ഷേ മുദ്ദും നോമ്പും കൂടി വേണ്ട. പിന്നെ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്, അടുത്ത റമദാൻ വരെ കഴിഞ്ഞിട്ടും ബോധപൂർവം നീട്ടിവെച്ച ഒരാളാണെങ്കിൽ രണ്ടും കൂടി വേണമെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹദീസിൻ്റെ പിൻബലം അതിനില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരങ്ങനെ പറയുന്നുണ്ട്. അത് നോമ്പ് വീട്ടാൻ കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ മുദ്ദ് കൊടുക്കാൻ പറ്റില്ല. മുദ്ദ് കൊടുക്കൽ വീട്ടാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് നമ്മൾ മുവാഹിദാണ് എന്ന് വിചാരിച്ച് സക്കാത്ത് കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ ചരടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിരിച്ചു വാങ്ങാനൊന്നും അത് നോക്കേണ്ട കാര്യമില്ല. സക്കാത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ദാരിദ്ര്യം പരിഗണിച്ചാൽ മതി. പിന്നെ അതൊക്കെ പലപ്പോഴും അറിയാത്തത് കൊണ്ടോ മറ്റൊക്കെ ആയിരിക്കാം. നമ്മൾ ശ്രദ്ധിക്കുക, പരമാവധി സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കാം. അതേ മാർഗം. എങ്ങനെ ഏത് കടം കിട്ടുമ്പോൾ കൊടുക്കണം.
അല്ലെങ്കിൽ തരാൻ ഞാനാണ് കഴിച്ചത്. സക്കാത്തൊക്കെ കൊടുക്കാൻ നമുക്ക് ധൈര്യമുണ്ട്. കാരണം ഓനെ എപ്പോൾ ചോദിച്ചാലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ കൈകാര്യത്തിലുള്ള സ്വത്തിനാണ് സക്കാത്ത്. അപ്പോൾ കടം തിരിച്ചു കിട്ടാം. അപ്പം നിങ്ങൾ എനിക്ക് കടം തരാണ്ട് അത് എപ്പോൾ ചോദിച്ചാലും ഞാൻ പോയാൽ ആ 5 ലക്ഷം ഉറുപ്പ്യ എനിക്ക് തരാനുള്ള സാഹചര്യം മൂപ്പർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കണം, അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആയ. അതല്ല, അത് തരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എപ്പോഴാണോ കിട്ടുന്നു അപ്പം സക്കാത്ത്. അത് അങ്ങനെയുള്ളത് ചോദിക്കണം, എന്നിട്ട് സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചോദിച്ച് നമ്മളെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ സക്കാത്ത് നമ്മൾ കൊടുക്കണം. കാരണം നമ്മളുടെ മിൽക്കിൽപ്പെട്ട ഉടമയിൽപ്പെട്ട സ്വത്താണ്, നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതെ, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവണം സക്കാത്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ ആ കടം എപ്പോൾ ചോദിച്ചുമ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഫീസബീലില്ല എന്ന് പറയാം. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഈ സക്കാത്ത് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം പൗരന്മാർക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വമാണ് സക്കാത്ത്. അതിൻ്റെ ഒരു പ്രത്യേകത, സക്കാത്ത് രാഷ്ട്രം ഇല്ലെങ്കിൽ പോലും വ്യക്തികൾ പൗരന്മാർക്ക് കൊടുക്കണം. അതിനുള്ളൊരു പരിഹാരമാണ് നമ്മൾ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി സംഘടിച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. അതിരിക്കട്ടെ. അപ്പോൾ അതിൽ 8-1 ഫീസബീലില്ല. ഫീസബീലില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമതായി യുദ്ധമാണ്. ഇസ്ലാമിൻ്റെ ഡിഫെൻഡ് ചെയ്യാനുള്ള യുദ്ധം, അതിനുള്ള ആക്രമിക്കാനുള്ള അല്ല, മറ്റുള്ളവരെ മുസ്ലിമാക്കാനല്ല ഇസ്ലാം യുദ്ധം നിർബന്ധമാക്കിയത്. ഉദിനല്ലതിനെക്കാത്തിനൊരു വ്യാനം വരുമോ, ആക്രമിച്ചപ്പോൾ തടുക്കാനാണ് യുദ്ധം. അതിന് ചെലവ് വരും. അതാണ് ഫീസബീലില്ല 1. രണ്ടാമത്, ഇന്ന് ആ യുദ്ധമില്ല എങ്കിൽ ഇസ്ലാമിൻ്റെ പ്രചരണം, ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യാൻ ആ മാർഗത്തിലുള്ള പഠനം, പഠിപ്പിക്കൽ, അതിലൊക്കെ സക്കാത്തിൻ്റെ 8-1 നമുക്ക് കൊടുക്കാം. അങ്ങനെയല്ല വേണ്ട. നമുക്ക് നമ്മളുടെ ബാധ്യത നമ്മൾ ഉറപ്പ് വരുത്തണം. ഈ കൊടുക്കുന്നത് പാവങ്ങൾക്കും അർഹർക്ക് എത്തുന്ന ഏത് കമ്മിറ്റിക്ക് കൊടുക്കുകയാണെങ്കിലും കമ്മിറ്റിക്കാരെ കൂടി സക്കാത്ത് പിരിച്ചുകൊണ്ട് അത് സമ്മേളനത്തിന് പന്തലിട്ടാനാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. അതല്ല വേറെ നിലക്ക് അവർ ആർഭാടത്തിനാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. പാവങ്ങൾക്ക് എന്താണ് നിങ്ങൾ സക്കാത്ത് കൊണ്ട് ചെയ്യുന്നത്? അത് നമുക്ക് ചോദിക്കാൻ ബാധ്യതയുണ്ട്. ഞങ്ങൾ സക്കാത്ത് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇന്ന പാവപ്പെട്ടവരെ, ഇത്തരം പാവപ്പെട്ടവർക്ക് ഞങ്ങൾ കൃത്യമായ ഇന്നത് ചെയ്തു കൊടുക്കും. അതിനെ നമ്മൾ ഈ കൊടുക്കണ്ടോനെ എങ്ങനെയെങ്കിലുമാണ് കൊടുത്തിട്ട് നിങ്ങളെന്താ വെച്ചാൽ കാട്ടിക്കാളി എന്ന് പറഞ്ഞത് അല്ല. സക്കാത്ത് വിശ്വസിച്ച് കൊടുക്കണം. അത് നമ്മളെ ഈ പൊതുകാര്യങ്ങൾക്ക് എന്നുള്ള നിലക്ക് 8-1 നമ്മൾ കൊടുക്കാൻ പാടും. ബാക്കിയുള്ളത് ഇന്നമ സദഖാത്തുൽ ഫുഖറായി വൽ മസാക്കീൻ വൽ ആമിലീന അലൈഹ വേണമെങ്കിൽ അതിൻ്റെ ഒരു സക്കാത്ത് സംവിധാനങ്ങളുണ്ടായി, അതിൻ്റെ ഓഫീസും ക്ലർക്കും പിന്നെ അതിനുള്ള അക്കൗണ്ടൻസിയും ആയാതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ചെലവിനെടുക്കാം സക്കാത്ത്. അതിൻ്റെ റെസീറ്റ് ബുക്ക് അടക്കണം. ഒരു വലിയ സംവിധാനമാണ്. അതാണ് ആമിലീന അലൈഹ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും ഫി റിഖാബി വഫീ സബീലില്ലാഹി പിന്നത്തെ ഈ ഫീസബീലില്ല എന്നത് ഒഴിച്ചാൽ ബാക്കിയുള്ളത് ആമിലീങ്ങൾക്ക് അങ്ങനെ ഒരു ചെലവ് വരുന്നില്ലെങ്കിൽ, ആമിലീങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലിന്റെ കാലത്ത് മരുഭൂമിയിലെ ഗോത്രങ്ങളിൽ ചുറ്റിക്കറങ്ങി നടന്ന് പിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതിന് ചെലവുണ്ടാവും. അതിനാണ് ആമിലീങ്ങൾ എന്ന് പറഞ്ഞത്. അത് നമുക്ക് ചെലവുണ്ട്. നമുക്ക് തേങ്ങ കാത്ത് വിരിക്കാൻ ഗുഡ്സ് ഓട്ടോറിക്ഷ അയച്ചിട്ട് മൈലപ്പുറത്ത് പോയി വിരിക്കണം. അതുപോലെ പിന്നെ KK നിലക്കെ പോയി കണ്ട് ഒരു ഓട്ടോറിക്ഷ അങ്ങനെ അയക്കണം. അതിന് ചെലവുണ്ട്. അത് ഇതിൽ നിന്ന് എടുക്കാം അതിൻ്റെ സാധനം. അല്ലെങ്കിൽ അതിൻ്റെ റെസീപ്റ്റും മറ്റതൊക്കെ കൊടുക്കാനും അതിൻ്റെ കമ്പ്യൂട്ടറൈസ് ചെയ്യാനും ഒരു കുട്ടീനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് സക്കാത്ത് കമ്മിറ്റിൻ്റെ ഒരു ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് കൊടുക്കാം മിതമായി, നീതിപൂർവകമായി. ബാക്കി ഫീസബീലില്ല എന്നുള്ളത് പൊതുകാര്യം, ദീനീ കാര്യങ്ങൾക്ക് പഠനം, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ സാധുക്കളെ പുനരുദ്ധരിക്കലാണ്. അതിൽ യുഖ്തു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, മുസ്ലിമീങ്ങളിലെ ധനികരിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും എന്നിട്ട് അവരിലുള്ള ഫക്കീറുമാർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും സക്കാത്ത് അങ്ങനെ പറ്റുന്നില്ല. സക്കാത്ത് കൊണ്ട് പല ആളുകളും പല സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്. അത് പാടില്ല, തെറ്റാണ്. അത് ഫുഖറാഇഹിം എന്നാണ്. അവരുടെ ഫക്കീറുമാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളുടെ സംരക്ഷണത്തിനുള്ളതാണ് സക്കാത്ത്. പിന്നെ സക്കാത്ത് ഇനി മറ്റാൾക്ക് കൊടുത്തൂടെ, ഹിന്ദുക്കൾക്ക് കൊടുത്തൂടെ, ക്രിസ്ത്യാനികൾക്ക് കൊടുത്തൂടെ, ഒക്കെ നമ്മൾ കൊടുക്കണം. 97 നമ്മളെ കയ്യിലുണ്ടല്ലോ. ആ 97 പാവപ്പെട്ടവരോ സുഹൃത്തുക്കളോ മതസൗഹാർദ്ദം നിലനിർത്താനൊക്കെ കൊടുത്തോളി. 97 2.5 അലാ ഫുഖറാഇഹിം, മുസ്ലിമീങ്ങളുടെ ഫക്കീർമാർക്ക്. അതങ്ങനെ തന്നെ വേണം.
അതല്ല, 8 അവകാശികളിൽ ഉള്ളവരാരൊക്കെയാണോ അവരെ നമ്മൾ പരിഗണിക്കണം, പരമാവധി പരിഗണിക്കണം. അല്ല, അത് ഫക്കീർ, മിസ്കീന് അതൊക്കെ അതിൽ പെടും. ഗാരിമ്, കടക്കാരൻ, അതുപോലെ ഫീ സബീലില്ല, അതൊക്കെ ഈ ഒരു ഫീ സബീലില്ല, ഇബ്നു സബീൽ ഏകദേശം എല്ലാം അതിൽ പെടും. മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറഞ്ഞതും ദാരിദ്ര്യം തന്നെയാണ്. ഇസ്ലാമിലേക്ക് വന്നത് കൊണ്ട് ജീവിക്കാൻ പറ്റാതെയായി, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരണം എന്നുണ്ട് പക്ഷേ ജീവിതമാർഗമില്ല, അതും ദാരിദ്ര്യം തന്നെയാണ് പ്രശ്നം. മൊത്തം ദാരിദ്ര്യമാണ് പ്രശ്നം. ഏത്? അതാണ് ഇബ്നു സബീൽ, വഴിയാത്രക്കാരൻ. അവർ സാഹചര്യം എന്താന്ന് പറഞ്ഞാൽ അവർ മരുഭൂമിയിൽ നിന്ന് മരുഭൂമികൾ താണ്ടുന്ന ഒരു കാലഘട്ടമാണ്, മരുപ്പച്ച തേടി താണ്ടുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഒരു 4-5 ദിവസം നടന്നാൽ ഒരു ഗോത്രം കാണാം, ഒരു കറിയ കാണാം. ആ കറിയയിൽ ചെല്ലുമ്പോൾ അവിടെ ഇവരുടെ അടുത്ത് ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടതാണെങ്കിൽ ആ കറിയക്കാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. അതാണ് കറിയ എന്ന് പറഞ്ഞാൽ തന്നെ കിറ കൊടുക്കുന്ന, സദ്യ കൊടുക്കുന്ന പ്രദേശം എന്നാണ് അതിൻ്റെ അർത്ഥം. കറിയ, ഗ്രാമം എന്നറിയുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നാട്ടുകാർ അവരുടെ സക്കാത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഇബ്നു സബീലായത്. നമ്മുടെ നാട്ടിൽ ഇബ്നു സബീൽ ഇപ്പം ഇല്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ എന്താണെന്ന് വെച്ചാൽ ഏതോ മൈസൂരിൽ നിന്നോ വയനാട്ടിൽ നിന്നോ ഒരു ചങ്ങാതി വന്നു ഇവിടെ വന്ന് പെട്ടു, അല്ലെങ്കിൽ ഒരു ബംഗാളി വന്നു, ഓന് നാട്ടിൽ പോകാൻ കഴിയില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓ ഇബ്നു സബീലാണ്. പക്ഷെ നാട്ടിൽ ചെന്നാൽ ഓന് 10 ഏക്കർ മുതലുണ്ടാവും. പക്ഷെ ഇവിടെ ഓൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ അവൻ്റെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ളതിൽ സക്കാത്ത് നിന്ന് എടുക്കാം. ആ നിലക്കുള്ളൊരു വ്യാപകമായ ഇബ്നു സബീൽ എന്നിവിടെ ഇല്ല. അങ്ങനെ എത്തിപ്പെട്ടവരേ ഉള്ളൂ. അന്ന് മരുഭൂമിയിൽ അങ്ങനെയല്ല, അതൊരു പ്രത്യേക വിഭാഗം തന്നെയാണ്. വളരെ കാലങ്ങൾ നിലനിന്നിട്ടുണ്ട്. അബ്ബാസിയ കാലത്തിൻ്റെ അവസാനം വരെയും, അതുമല്ല അതിൻ്റെ ഇപ്പുറത്ത് വരെ നിലനിന്നിട്ടുണ്ട് ഇബ്നു സബീൽ എന്നുള്ള സംവിധാനം. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 പ്രത്യേകമായി ഇഅ്തികാഫിരുന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവസാനത്തെ 10 നമ്മൾ ഇഅ്തികാഫ് പ്രത്യേകമായി ഇരിക്കണം. നബിയുടെ ഭാര്യമാരും ഇരുന്നിരുന്നു. അതല്ല, നമ്മൾ പള്ളിയിൽ ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആണ്, ഇന്നിപ്പോൾ എനിക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല, നോൽമ്പും അല്ലേ, ആയിക്കോട്ടെ, രാവിലെ വന്ന് ഒന്നുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ച് ഖുർആൻ ഓതി, ഇന്ന് ഞാൻ 100 കരിച്ചിട്ടേ അല്ല അസർ നിസ്കരിച്ചിട്ടേ പോകണുള്ളൂ. നമുക്ക് അസർ വരെ ഇവിടെ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടി ഇവിടെ ഇരിക്കാം. പക്ഷെ എന്ത് വേണം? ഒരു ഉദ്ദേശം വേണം. അതായത് പള്ളിയിൽ എ സി ഒക്കെ ഉണ്ട്, ഇപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്നാൽ നല്ല തണുപ്പൊന്ന് കിട്ടും വിചാരിച്ച് കണ്ടല്ല. നേരെ മറിച്ച് നമ്മൾക്ക് ഇന്ന് പള്ളിയിലിരുന്ന് കുറച്ച് പ്രാർത്ഥിക്കണം, ആ ഒരു ഉദ്ദേശത്തോടു കൂടി നിയ്യത്ത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ സുന്നി പള്ളിക്കൊക്കെ കണ്ടില്ലേ, നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് എഴുതി വെച്ചേക്കണം. അങ്ങനെ എഴുതിയ കാലത്ത് തന്നെ നമ്മൾ ഇന്ന് ഇവിടെ ഇഅ്തികാഫാണ്, അസർ വരെ ഇഅ്തികാഫാണ്. എന്താ കുഴപ്പമില്ല, അത് നിർബന്ധമൊന്നുമില്ല. 24 മണിക്കൂർ ഇരുന്ന് അത്രയും നന്നായി. ഇനി അവസാനത്തെ 10 നമുക്ക് പകലൊക്കെ, അപ്പം നമ്മളൊക്കെ ജോലിക്കാരാണ്, പകലൊക്കെ നമ്മളൊക്കെ കോളേജിലുണ്ട് നമുക്കൊക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യുക? മരുസ്കരിച്ച് തറാവീനാണ് പോവുക, നേരം വെളുത്ത് സുബീസ്കരിച്ചിട്ട് പോരാ, സുബീസ്കരിച്ച് നമ്മളെ പെരയിൽ വന്ന് നമ്മളെ ജോലിക്ക് പോകാം. രാത്രി മാത്രമേ ഇഅ്തികാഫാക്കാം, അല്ലെങ്കിൽ പകൽ മാത്രമേ ഇഅ്തികാഫാക്കാം, രാത്രി പെരയിൽ പോകാം. അല്ലെങ്കിൽ 24 മണിക്കൂറും പള്ളിയിൽ തപ്പായി തൽക്കണിയേറ്റ് നിന്ന് ഇഅ്തികാഫാക്കാം. പക്ഷേ ആ ഒരു ഉദ്ദേശം വേണം. കിട്ടണം എന്നാണ് പ്രതീക്ഷ, കിട്ടും തന്നെയാണ് പ്രതീക്ഷ. രാത്രി ഉറക്കം വയ്ക്കണമെന്നൊന്നുമില്ല. നമ്മളാ ഒരു ഉദ്ദേശത്തോടു കൂടി കഴിയുന്നത്ര പ്രാർത്ഥനയിൽ നിരതമായി ഇരുന്നാൽ തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടും. അഥവാ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് നേരം വെക്കോളം ഉറക്കം വയ്ക്കുക എന്നുള്ളതല്ല, നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക. അതൊക്കെ നമ്മൾ നേരിട്ട് ആ ഭൗതികമായ രൂപത്തിൽ കാണേണ്ടതില്ല. പരമാവധി നമ്മൾ പ്രാർത്ഥിക്കുക, പിന്നെ നമുക്ക് ഉറക്കം വന്നാൽ നമുക്ക് കിടന്നുറങ്ങാം. എന്നാൽ കഴിയുന്നതും കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ പുണ്യം കിട്ടും. അതാണ്. ഏതാ? മാതുംതഫീഹി എന്ന് പറഞ്ഞാൽ നീ ആ ഒരു പ്രാർത്ഥനയിലൊക്കെ നിരന്തരമായി നിൽക്കുന്ന കാലത്തോളം, മാതുംതഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ നീ ദായിമായിരിക്കുന്ന കാലത്തോളം.
അപ്പം നമ്മൾ പള്ളിയിൽ ഒരു എത്തിക്കാപ്പോട് കൂടി ഇരിക്കണം. ആ പള്ളിയിലിരുന്ന് നമ്മളെപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിലിരുന്ന് എത്തിക്കാപ്പ് ഇരിക്കുമ്പോൾ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹ വന്ന് ദീർഘനേരം സംസാരിച്ച സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഭാര്യമാരോട് കുടുംബകാര്യം സംസാരിച്ചാണ്. അതൊക്കെ എത്തിക്കാഫിൻ്റെ മാതുമത്തെ ഫീപ്പെടും. അതുപോലെ നമ്മൾ എങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതി എങ്ങനെ ഇടയിൽ കൂടി നമ്മളാണ്ട് ഉറങ്ങിപ്പോയി മുസാഹിബ് അവിടെ വെച്ച് നമ്മൾ കുറഞ്ഞ നേരം ചാരി ഇരുന്നിട്ടോ കിടന്നിട്ടോ നമ്മളൊന്ന് ഉറങ്ങി, മാതുമത്തെ ഫീ അതൊക്കെ എത്തിക്കാഫ് തന്നെയാണ്. നോമ്പ് നോറ്റ് വീട്ടാനുണ്ടെങ്കിൽ 6 നോമ്പല്ല, ഫർളാണ് നമ്മൾ വീട്ടേണ്ടത്. എന്നാൽ ഫർള് വീട്ടിയാൽ പിന്നെ 6 നോമ്പും കൂടി അല്ലാഹു തആല കണക്കിൽ എഴുതുമോ എന്നുള്ളത് അത് അവിടെ എത്തുമ്പോൾ കണക്ക് നോക്കുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ. 6 നോമ്പ് ഫർള് വീട്ടാനുണ്ടെങ്കിൽ നമ്മളെ പെണ്ണുങ്ങളോടൊക്കെ പറയാം ഫർളിന് മുൻഗണന കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ 6 നോമ്പിന് ആ ഒരു മാസം ശവ്വാലിന് പൂർത്തിയാക്കിയാൽ മതി. 6 നോമ്പ് ശവ്വാലിന് പൂർത്തിയാക്കിയാൽ മതി. അനി അതിനും കിട്ടിയില്ല, കുറേ നോമ്പ് വീട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നാലും നമ്മളൊരു ഉദറാണല്ലോ, കുഴപ്പമില്ല. അല്ലാഹു തആല ചെയ്താലേ തരുള്ളൂ എന്നുള്ളതല്ല, മനസ്സിനാണ് തരുന്നത്. അതല്ലേ തബൂക്ക് യുദ്ധത്തിലുള്ളവർക്ക് മദീനത്തുള്ളവർക്കും കിട്ടിയത് കൂലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും ഹദീസുകളിൽ വന്നതൊക്കെ ഇമാമിൻ്റെ കൂടെ നമസ്കാരം പൂർത്തിയാക്കണം എന്ന്. ഇമാമിൻ്റെ കൂടെ പൂർത്തിയാക്കലാണ്. അപ്പോൾ നമ്മൾ വിത്തർ അടക്കം ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കലാണ്. നമ്മളിങ്ങനെ കുറേ ആളുകൾ ഇനി അതല്ല അതിൻ്റെ പുണ്യം എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ 4 റക്അത്ത് കഴിഞ്ഞ് പോകേണ്ടി വരികയാണെങ്കിൽ അതൊരു തെറ്റുള്ള കാര്യമല്ല, സുന്നത്തല്ലേ. പക്ഷേ പൂർത്തിയാക്കൽ ഇമാമിൻ്റെ കൂടെ പൂർത്തിയാക്കലാണ് നല്ലത്. നമ്മൾ ഈ കുറച്ച് ആളുകൾ നിൽക്കരിച്ച് പിന്നാണ്ട് മാറി നിന്ന് അതൊരു ശരിയായ രീതിയല്ല. നമുക്ക് വേണമെങ്കിൽ പോകാം, തെറ്റില്ല, പിന്നെ നമുക്ക് നിസ്കരിക്കാം. പക്ഷേ ഇമാമിൻ്റെ കൂടെ പൂർത്തിയാക്കലാണ് അതിൻ്റെ പുണ്യം. ആ നബി പഠിപ്പിച്ചു. അതിപ്പോൾ പിന്നെ ഒരു പള്ളിയിൽ ഒരു ജമാഅത്തും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഒന്നിച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ രാത്രി നിസ്കരിക്കുന്നവരാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിട്ട്. അപ്പോൾ നമ്മളൊരു ജമാഅത്തൊക്കെ ആയിട്ട് പള്ളിയിലുണ്ടെങ്കിൽ അന്ന് ആ ജമാഅത്ത് തന്നെ. അതിന് ബാക്കിയുള്ള സമയം നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും നമ്മൾ സാധാരണ തഹജ്ജുദ് നിസ്കരിക്കേണ്ട 4 മണിക്ക് നീച്ചിട്ട് കൂടുതൽ അത്താഴം കഴിച്ച് കൂടുതൽ ദുആയും ദിക്റുകളിലും പ്രാർത്ഥനകളിലും ഒഴുകിയാൽ മതിയല്ലോ. അതല്ല ഒരാൾ പള്ളിയിൽ നിന്ന് ശരിയാണില്ല, ഇന്ന് നമുക്ക് ഭയങ്കരമായ ക്ഷീണുണ്ട് പറഞ്ഞാൽ നമുക്കതിന് തറാവീഹ് കൂടണ്ട, അല്ലെങ്കിൽ 2 റക്അത്ത് കഴിഞ്ഞ് നമ്മൾ 4 റക്അത്ത് കഴിഞ്ഞ് നമ്മൾ പോയി നമ്മൾ ബാക്കി നമുക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാം. പക്ഷെ അതിനൊരു അവസാന വാക്ക് എന്താ പറഞ്ഞാൽ അങ്ങനെ പാടുണ്ട് ഇങ്ങനെ പാടുണ്ട്, അതിൽ നമ്മൾ തർക്കം നടത്തേണ്ട കാര്യമില്ല. തറാവീഹ് എന്ന് പറയുന്നത് ഖിയാമുൽ ലൈൽ പറഞ്ഞാൽ രാത്രിയിലുള്ള നമസ്കാരം എന്നാണ്. തറാവീഹ് എന്ന് പറഞ്ഞാൽ ഈരണ്ടായി വിശ്രമിക്കുന്ന നമസ്കാരം എന്നാണ്. രണ്ടും രണ്ടല്ല. ഖിയാമു റമദാനും ഖിയാമുൽ ലൈലും തറാവീഹൊക്കെ ഒരു കൂട്ടർക്ക് തോന്നുകയാണ് ഞങ്ങൾ ഒരു ഇമാമിനെയും കൂട്ടിയിട്ട് രാത്രി 2 മണിയുടെ ശേഷം അല്ലെങ്കിൽ 1 മണിക്ക് വന്നിട്ട് ഖിയാമുൽ ലൈല നിസ്കരിക്കേണ്ടതാണെങ്കിൽ ഓല അങ്ങനെ നിസ്കരിച്ചോട്ടെ. എന്നാൽ ദൗർബല്യം മറ്റൊക്കെ ഉള്ളവർ ഇശാ കഴിഞ്ഞേക്കാൻ തറാവീഹ് നിസ്കരിച്ചോട്ടെ. 11 വക്കാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ നമസ്കരിച്ചിരുന്നില്ല. മാക്കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹ അലാ 11 റക്അ എന്നുള്ള ഹദീസ് അത് നമ്മൾ പരിഗണിക്കണം. അത്രയും ഈ നീയത്തൊക്കെ പണ്ട് അമലിയാത്ത് പഠിച്ചിട്ടുണ്ട് കിടക്കാറുണ്ട്. ഈ നീയത്തിപ്പോൾ കൊടുക്കുന്നത് നമ്മളെന്തിനാ ഈ അത്ര വയ്ക്കാൻ നീക്കേണ്ടത്? എന്ത് വിചാരിച്ചു കണ്ട നമ്മൾ അത്താൻ വയ്ക്കാൻ നീക്കണ്ടേ? തലമണ്ണൻ്റെ ഉള്ളിൽ എന്തായിരിക്കും അപ്പോൾ നോൽക്കാൻ? അതന്നെ നീയത്ത്. അല്ലാതെ തടി കൂടാനെന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ അന്തിക്ക് 4 മണിക്ക് നീക്കണ്ടേ, നോൽക്കാനല്ല. അതന്നെ നീയത്ത്. അല്ലാതെ പിന്നെ വെറുങ്ങലിച്ചിങ്ങനെ ഇരുന്ന് നവയിത്തോ സോമവതിയൻ ഇല്ലായിത്തല. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് പിന്നെ എൻ്റെ വീട്ടിൽ ചങ്ങായി വന്നു, ഇടയ്ക്ക് വരുന്നുണ്ട്, നമ്മളല്ലാതെ സഹായം കൊടുക്കേണ്ട ആളാണ്. ഓന് ഞാനവിടെ ഇല്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കുറഞ്ഞൊരു ഇതുണ്ട്. അവനോട് പിന്നെ ഭാര്യ ചോദിച്ചു അത്ര പിന്നെ എന്തേ കാക്കാനൊന്ന് കാണാൻ വേണ്ടിയാന്ന് എന്തിനാ. അപ്പം ഇനി നോൽപ്പിന് കാണാം. അപ്പോൾ നോൽമൽക്കോ നോൽക്കലില്ലെന്ന് ചോദിച്ചു. അങ്ങനെ അറിയേണ്ട ഒരാളാണ്. നോൽക്കൽ ഉണ്ടാവില്ലേ ചെയ്യുന്നൊക്കെ ചോദിച്ചു. ഞാൻ നോൽമ്പ് ഒൽക്കലില്ല. എന്താ വെച്ചാൽ അപ്പോൾ നെയ്യത്ത് പോയി കാണാതെ ആയിട്ട് കുടിയലില്ല, പണ്ണവും പഠിച്ചിട്ട്
അങ്ങനെ ഒരാളെ സ്ഥിതി അതാണ്. പണ്ട് കുന്നുമെന്ന് ജുമാ ഞാൻ പലപ്പോഴും പറഞ്ഞത്, കുന്നുമെന്ന് ജുമാ ഇനി കണ്ടിട്ട് ഇറങ്ങുമ്പോൾ അവിടെയുള്ള കുന്നുമല അവിടെ ടൗൺ ഹാളിന് മുമ്പിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷക്കാരനൊരു കുട്ടി, ജുമായ്ക്ക് വരേണ്ട കുട്ടിയാണ്. അയാൾ പറഞ്ഞു, ഞാൻ ഉസ്താദെ ഞാൻ പള്ളിയിൽ വരേണ്ട കുട്ടിയാണ്, ഞാൻ പിന്നെ സുബൈ നിസ്കരിക്കലിൻ്റെ അധിക ദിവസം. എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജനാപത്ത് കുളിൻ്റെ നിയ്യത്ത് അറിയില്ല, അതുകൊണ്ടാണ്. അത് നിങ്ങളൊന്ന് എഴുതി തരും. അറബി വായിക്കാനും അറിയില്ല, മലയാളത്തിൽ എഴുതി തരണം. ജനാപത്ത് കുളിൻ്റെ നിയ്യത്ത് അറിയില്ല. അപ്പോൾ ഓനെ ഉസ്താദ് പഠിപ്പിച്ചുകൊണ്ട് നിയ്യത്തില്ലാതെ കുളിച്ചിട്ട് കാര്യം ചേട്ടോന്ന്. ആ നിയ്യത്ത് പഠിപ്പിച്ചതും അവൻ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ എൻ്റെ നമസ്കാരം ഹലാലാക്കാൻ വേണ്ടി ജനാബത്തിനെ ഉയർത്തുന്നു എന്ന് പറഞ്ഞു കണ്ടുകൊണ്ടുള്ള ഒരു അറബി സാധനമുണ്ട്. ഇതോൻ പഠിച്ചിട്ടില്ല, ഓൻ ആരോടും ചോദിക്കാനോട് കഴിയണില്ല, മടിയാണ്. അപ്പോൾ പിന്നെ ഓന് സുഖിക്കേഷൻ അയച്ചു. അതല്ല നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തിനാ അത്താപിക്കാന്ന് വെച്ച് അതന്നെയാണ് നിയ്യത്ത്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഒന്നിച്ച് ഇനി പെടുന്നാണ്ട് ഒരു മാസം നോൽമാന്നുള്ള മനസ്സ് കരുതിയാത്തത് അത് നിയ്യത്തായി. അതാണ് ഇതാണ് നമ്മളെ ഈ അമലിയാറ്റിൽ നിന്ന് കിട്ടിയ ഒരു സ്വീപ്പണത്. അത് വെച്ചാല് അതെന്താ പിന്നെ ഉസ്താദുമാർ അങ്ങനെ പണ്ട് ചെയ്തതിനൊരു കാരണം ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കി. എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇശാന്റെ ശേഷം ഒരു നിയ്യത്ത് വെക്കൽ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കലും ഒക്കെ ആകുമ്പോൾ അത് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നിയ്യത്ത് വെച്ചതാണ്, ഇനി നാളെ നോൽപ്പിൽക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ള ആ ഒരു പ്രചോദനത്തിന് വേണ്ടി ഒരു പക്ഷേ ഉണ്ടാക്കിയതായിരിക്കാം അത്. പിന്നീട് ചില ആളുകളായില്ല ഞാൻ നോൽമ്പാവില്ല എന്നുള്ള ഒരു നിയ്യത്തിൻ്റെ പ്രശ്നം എത്രയേ ഉള്ളൂ. നിയ്യത്തിൻ്റെ പ്രശ്നം തരും. നമ്മളിങ്ങനെ പോകുമ്പോൾ ആ തോട്ടുക്ക് ചാടി, നമ്മളിങ്ങനെ നടന്ന് ദൂരം കരിക്കാൻ പോവാണ്, അതിൻ്റെ ഇടയിൽ കാല് തെറ്റി തോട്ടുക്ക് വീണു, അതിനൊക്കെ കൂടിയും കുടഞ്ഞ് എഴുന്നേറ്റ് പീഞ്ഞു കൊടുത്തുകാണ്ട് വണ്ടി ചെന്ന് പള്ളിക്കലെത്തുമ്പോൾ ഒരാൾ പറയാം, ചെന്തിനാണ് ഇനി ഒന്നുണ്ടാക്കണത്, വേഗം വന്ന് നിൽക്കരുത്, കാരണം ആകെ നനഞ്ഞില്ലേ, ഇനി ഒന്നുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അതും തോട്ടിക്ക് കാല് കയറി വീണതാണ്. അത് കാലും മുഖവും കയ്യും കാലും ഒക്കെ നനഞ്ഞു വിചാരിച്ചിട്ട് പറ്റില്ല. നേരെ പറഞ്ഞ് വീണ കള്ളിക്ക് ഏതായാലും ഒന്നുണ്ടാക്കാനുള്ള ആളാണ്. എന്നാൽ ഈ വീഴൽ ഒരു മുങ്ങലോടി മുങ്ങി ഇതാണ്ട് ഒന്നും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നീച്ചു വന്നാൽ അത് മതി. അല്ലെങ്കിൽ പോരുമ്പോൾ ആകെ നനഞ്ഞ് കയ്യും കാലും മുഖം ഒന്നായിട്ട് നനഞ്ഞ് കുടണ്ടേന്നില്ല, അത് ഒന്നുമില്ല. നേരെ മറിച്ച് ആ നനയുമ്പോൾ അതവർ തെർത്തീപ്പ് പ്രകാരം ഏതായിരുന്നാലും മുഖം കയ്യൊക്കെ എന്നാണ് കഴിക്കാണ്ട് എന്നാൽ മയത്തന്നെ ഉണ്ട് ഒന്നുമാക്കുക എന്ന് വെച്ചാൽ കുഴപ്പമില്ല, അതാ നെയ്യത്ത്. അതുപോലെ നേരം വെളുക്കുമ്പോൾ നീച്ചുകാണ്ട് ഇങ്ങനെ ചായ ആയാന്ന് ചോദിച്ചപ്പോൾ ഇന്ന് റമദാനല്ലേ, അത് ശരി റമദാനാണ്, അത് പറ്റൂല. ചായ വെക്കാൻ വേണ്ടി അടുക്കളയിൽ നമ്മൾ അന്ന് നോൽമ്പിന് ചായ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല, അത് നെയ്യത്തില്ല. നേരെ മറിച്ച് അതിന് രാത്രി ചായ കുടിച്ച് അല്ലെങ്കിൽ ചോറൊക്കെ തിന്നിട്ട് കിടന്നുറങ്ങി ഇനി ഞാനൊരു നവയത്ത് പറയേണ്ട കാര്യം ഞാൻ മനസ്സിലുള്ള നെയ്യത്ത് പറയുന്നത് നിർത്തല്ലേ ഇതേണ്ടാക്കി ഒന്നുമില്ല. അപ്പം ഇതൊന്നും ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ചോദിച്ചേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറേ സംശയങ്ങളായാൽ അവരുടെ ഇതിലുണ്ട്. അപ്പം സഹാബിമാർക്ക് സംശയം ചെയ്യുന്നു. റമദാനിൽ രാത്രി അവർ ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാവില്ല. കാരണം ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് കുളിക്കാൻ കഴിയില്ല, കുളിക്കാൻ വെള്ളം ഒടുക്കയിലും പോകണ്ടേ. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ കുളിക്കാൻ കഴിയില്ല. അപ്പോൾ ജനാപത്തോടു കൂടി സുബഹിയാകും, സുബഹിയായതോടുകൂടി നോമ്പ് പ്രവേശിക്കും. ജനാപത്തോടു കൂടി നോമ്പ് പ്രവേശിച്ചാൽ നോമ്പ് സഹിയാവില്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അള്ളാഹു തആല ആയത്താണ് ഇറക്കി, അത് തെറ്റില്ല, ജനാപത്തോടു കൂടി നിങ്ങൾ നേരം വെളുക്കേണ്ടതിന് തെറ്റില്ല, സുബഹി നിസ്കരിക്കാൻ കുടിച്ചാൽ മതി എന്ന്. അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം നമ്മൾ കാലങ്ങളായി നമുക്ക് തീർന്നതാണ്. നാം നിർത്തല്ല ശരി മനസ്സിലാക്കുമ്പോൾ